Hi, welcome to PCC week 6 day 1. Week 6 day 1 ആണ്. ടീമൊക്കെ കയറുന്നത് 78 പേര് ജോയിൻ ചെയ്യുക. റാങ്കിൽ ഫസ്റ്റ് ഡേ ആണ് ഈ വീക്കിൽ. നോക്കാം ഏതൊക്കെ ഫോസിൽ ടീം ഫുൾ സെറ്റായി കയറിയിട്ടുണ്ട്, മാറ്റ് ടീം ഫുൾ സെറ്റായിട്ടുണ്ട്, LC ടീം ഫുൾ സെറ്റായി കയറിയിട്ടുണ്ട്, BST ടീം ഫുൾ സെറ്റായി കയറിയിട്ടുണ്ട്, സ്കെയിൽ ടീം ഫുൾ സെറ്റായിട്ട് കയറിയിട്ടുണ്ട്, TXC ടീം ഫുൾ സെറ്റായിട്ട് കയറിയിട്ടുണ്ട്, SD ടീം ഫുൾ സെറ്റായിട്ട് കയറിയിട്ടുണ്ട്, വൈപ്പർ ടീം ഫുൾ സെറ്റായിട്ട് കയറിയിട്ടുണ്ട്, കോഡ് 9 ടീം ഫുൾ സെറ്റാണ്. BST ടീമിൻ്റെ 3 പേരെ കയറിയിട്ടുള്ളൂ. വൈപ്പർ ടീം ഫുൾ സെറ്റായിട്ട് വൈപ്പർ ടീമിൻ്റെ അടുത്ത ഫീറ്റാണ്, എനിക്കറിയില്ല വൈപ്പറിന് 2 സ്ലോട്ട് ഉണ്ടോയെന്ന് അറിയില്ല, ആയിരിക്കും. സോ റെഡക്സ് ടീം ഫുൾ സെറ്റായിട്ട് കയറിയിട്ടുണ്ട്, ഗൈറോ ടീം ഫുൾ സെറ്റായിട്ട് കയറിയിട്ടുണ്ട്, PX ടീം ഫുൾ സെറ്റായിട്ട് കയറിയിട്ടുണ്ട്, MDX ടീം ഫുൾ സെറ്റായിട്ട് കയറിയിട്ടുണ്ട്, SRMX ടീം ഫുൾ സെറ്റായിട്ട് കയറിയിട്ടുണ്ട്, സെയിൻ ടീം ഫുൾ സെറ്റ് കയറിയിട്ടുണ്ട്, ആം ടീം ഫുൾ സെറ്റ് കയറിയിട്ടുണ്ട്, B12 ടീമിന് 2 പേര് എത്തിയിട്ടുണ്ട്, RT ടീമിന് 2 പേര് എത്തിയിട്ടുണ്ട്, B12 3 പേര് എത്തി, RT ടീമിന് 3 പേര് എത്തി, NEK ടീം ഫുൾ സെറ്റ് ആയിട്ടുണ്ട്, DMC ടീം ഫുൾ സെറ്റ് ആയിട്ടുണ്ട്. ഫൈപ്പർ ഫെയ്ത്തോപ്പ് ഇവിടെ നിൽപ്പുണ്ട്, വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്, ആരെന്ന് അറിയില്ല. എന്തായാലും മാച്ച് സ്റ്റാർട്ട് ചെയ്യാനായിട്ടുണ്ട്. മാച്ച് ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാം. നോക്കാം. ഓക്കെ, ലൈവിൽ ആരെങ്കിലും ഉണ്ടോ? ഹലോ, ചെക്ക് 1 2 3. എന്താണ് വേണ്ടത്? ഇങ്ങനെ കളി കാണാൻ വേണ്ടി ആരും വരാറില്ല. നിങ്ങളുടെ ടീംമേറ്റ്സ്, നിങ്ങളുടെ ക്ലാൻമേറ്റ്സ് ആരും നിങ്ങളെ എന്താ സപ്പോർട്ട് ചെയ്യുക? എന്തായാലും കളി തുടങ്ങിയിട്ടുണ്ട്, കളി സ്റ്റാർട്ടാക്കിയിട്ടുണ്ട്. 9:16, 1 മിനിറ്റ് ലേറ്റായി, കുഴപ്പമില്ല. 1 മിനിറ്റ് ലേറ്റായിരുന്നു, ബഫർ ടൈം ഓക്കെയാണ്. പക്ഷേ ഞാൻ പറയുന്നത്, നിങ്ങളുടെ ക്ലാൻമേറ്റ്സ് കളിക്കുന്ന സമയത്ത് നിങ്ങളുടെ ക്ലാനിൽ നിന്ന് ഒരാളെങ്കിലും സപ്പോർട്ട് ചെയ്യാൻ വരണം എന്നുള്ളതൊരു ഇതല്ലേ. ഒരു ക്ലാൻ എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു യോജിപ്പ് ഉണ്ടാവണ്ടേ? നിങ്ങളുടെ കളി കാണാൻ വേണ്ടി നിങ്ങളുടെ ക്ലാൻമേറ്റ്സ് ഇരുന്നു, അവരുടെ കളി കാണാൻ വേണ്ടി നിങ്ങൾ പോകുന്നു, അങ്ങനെയൊക്കെ ആകുമ്പോൾ ഒരു ക്ലാനിൽ യൂണിറ്റി ഉണ്ടാവില്ല. ഇതിപ്പം ആരും ഞാൻ കാണില്ല, എന്താണെന്നറിയില്ല. ഞാൻ ഒരു ദിവസം ഇപ്പം 4-5 റൂം സ്ട്രീം ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ റൂമിൽ മാത്രം വരുമ്പോഴത്തേക്കും നിങ്ങളുടെ ക്ലാൻ സപ്പോർട്ടേഴ്സ് ആരും വരാറില്ല. എന്താണെന്നറിയില്ല. അത് ഇനി എൻ്റെ ചിലപ്പോൾ സ്ട്രീമിങ് കുഴപ്പം മോശമായിട്ടായിരിക്കാം, അതുകൊണ്ടായിരിക്കും വരാത്തത്, അറിയില്ല. എന്തായാലും സ്ട്രീമിങ് എന്തെങ്കിലും കുറവോ തെറ്റോ കുറ്റമോ ഉണ്ടെങ്കിൽ പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കാം. അല്ലാതെ നിങ്ങളെല്ലാവരും വരണമെന്നാണ് ഞാൻ പറയുന്നത്. ഇതിപ്പം ഒരുപക്ഷെ നിങ്ങൾ ഈ സ്ട്രീം കാണുന്നത് കളി കഴിഞ്ഞിട്ടായിരിക്കും, നിങ്ങളുടെ കളി കാണാൻ വേണ്ടി കയറാനായിരിക്കും. നിങ്ങളുടെ കളി കാണാൻ വേണ്ടി മാത്രമായിരിക്കും നിങ്ങൾ ചിലപ്പോൾ സ്ട്രീമിൽ കയറാറ്. നിങ്ങളുടെ ക്ലാൻമേറ്റ്സ് ഒരുപക്ഷെ അറിയുന്നുണ്ടാവില്ല ഇങ്ങനെ ഉണ്ടെന്ന്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന്, നിങ്ങളുടെ സ്ട്രീമിൻ്റെ ആൾക്കാരെ ടീമിനോട്ട് ലൈവൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ലിങ്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, അവരെ വരാൻ പറയുക. ഓക്കെ, സോ നമുക്ക് നോക്കാം കളി തുടങ്ങുന്നത്. എന്തായാലും ടീം 1-ൽ ആംഡ്, സെക്കൻഡിൽ SRMX ഉണ്ട്, തേർഡിൽ സെയിൻ്റ് ഉണ്ട്, MDXും PXും ഗൈറോയും TSGയും BSTയും കോഡ് 9ഉം വൈപ്പറും SDയും TXCയും സ്കെയിലും BSTയും LCയും അതുപോലെ മാഡും ഫോസ്റ്റിലും എല്ലാം ജോയിൻ ചെയ്തിട്ടുണ്ട്. നോക്കാം എവിടെയൊക്കെ പോകുന്നു. ഹായ് ബ്രോ, ഡെബിളി ഓൺ ലൈവ് ആംഡിൻ്റെ സപ്പോർട്ടേഴ്സ് എത്തിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്ന ഈ ഒരു ടീം, എനിക്ക് ആംഡിൻ്റെ സപ്പോർട്ടേഴ്സ് മാത്രമേ വരാറുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. ഇന്നലെ എനിക്ക് ആംഡിൻ്റെ പ്ലേയേഴ്സ് മാത്രമേ വന്നത്, വേറെ ഒരു ടീമിന് ആരും വരാറില്ല. എന്താണ് കാര്യമെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. ഞാൻ പറഞ്ഞില്ല, എന്തെങ്കിലും സ്ട്രീമിന് എന്തെങ്കിലും തെറ്റോ കുറ്റോ ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ ഞാനത് ക്ലിയർ ചെയ്യാം, അല്ലാതെ ബാക്കിയുള്ളത് വരുന്നില്ല. ഹായ് ബോ, സെയിൻറ്റ് ഓൺലി ആക്ക്. സെയിൻറ്റിൻ്റെ കാര്യം പറഞ്ഞു, സെയിൻറ്റിൻ്റെ കാര്യം പറഞ്ഞു. സെയിൻറ്റ് ഓൺലി ആക്കും ബ്രോ. അതെ, സെയിൻറ്റ് ഓൺലി ആക്കാം. സെയിൻറ്റിൻ്റെ ആംഡിൻ്റെ പിള്ളേരെ മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ പോലെ, ബാക്കി ആരും വരുന്നില്ല, എന്താണെന്നറിയില്ല. സോ നോക്കാം എന്താണ് സംഭവിക്കുക, നോക്കിയേക്കാം. ഫസ്റ്റ് ഫൈറ്റ് ആദ്യം നടക്കാൻ ഇവിടെ ഫസ്റ്റ് ഫൈറ്റ് നടക്കാൻ TXCയും BSTയും അതുപോലെ ആംഡിൻ്റെ അടുത്തേക്ക് ഫസ്റ്റ് ഫൈറ്റ് ചാൻസ്. ആംഡ് ഈ സ്പോർട്സിന് വേണ്ടി നടത്തിയിട്ട് വൈപ്പറിൻ്റെ എത്തിയിട്ടുണ്ട്, ഫൈറ്റ് BT ചെയ്തിട്ടുണ്ട്, മാറ്റ് ടീമിനുണ്ട്, വിസാർ ടീമിന്. ഓക്കെ, ആൾക്കാർ കയറി വരൂ. ഇങ്ങനെ ഒരു ഹായ് ബ്രോ, ജില്ലി ബില്ലി 70. ഹായ് ബ്രോ, ഹായ്. സോ നോക്കാം ഇവിടെ അടുത്ത ഫൈറ്റ് എവിടെയായിരിക്കും നടക്കുക. പൊച്ചിങ്കിയിലേക്ക് ഒരു സ്കോഡ് മാത്രമേ ഉള്ളൂ. മിലിറ്ററി ബേസിലേക്ക് TSG ടീം, അമോസിം ഇല്ല ചേട്ടൻ ഓപ്പിയാണെന്ന്. ഓക്കെ, താങ്ക് യു. ഇപ്പോൾ ചെറവറ റൂം ഉള്ളതുകൊണ്ട് എല്ലാവരും ഹൈലൈറ്റ്സാണ് കാണുന്നത്. സ്ട്രീം നല്ലതാണ്. ഓക്കെ ബ്രോ, താങ്ക് യു ബ്രോ. MDX സപ്പോർട്ട്. ഓക്കെ, ഇപ്പം ആൾക്കാരൊക്കെ ഇന്ന് സത്യം സന്തോഷമുണ്ട്. കാര്യം ഇത്തരം ആൾക്കാരൊക്കെ ഒരു ആദ്യമായിട്ടാണ് ഈ റൂമിൽ. അത് സാധാരണ ഇത്ര ആൾക്കാരൊന്നും ഉണ്ടാവാറില്ല. ഞാൻ ഒറ്റയ്ക്കൊന്നും ഉറങ്ങാറ്. M11 MDX തോർന്നൊക്കെ പറയുന്നത്. ഓക്കെ, നമുക്ക് സെറ്റാക്കാം. എല്ലാവരും ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ഊർജ്ജം. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ ഊർജ്ജമാണ് നമുക്കൊരു ഊർജ്ജമായിട്ട് കിട്ടുന്നത്. അല്ലെങ്കിൽ ഞാനിരുന്ന് ഉറങ്ങി, സത്യം പറഞ്ഞാൽ ഞാൻ ഉറങ്ങിപ്പോയി. റിസൾട്ടൊക്കെ പറയുന്ന സമയത്ത് ഞാൻ ഉറങ്ങിപ്പോയി. അത്ര ഇതായിപ്പോയി എൻ്റെ ഒരു ഇത്. 1 മണിക്കൂർ സ്ട്രീം ചെയ്യുമ്പോൾ നല്ല ഇതായി പോകുമല്ലോ. MDX ലെറ്റർമാണ്. പിന്നെന്താ എൻ്റെ സൈറ്റ്മാനോ അതൊരു MDX ടീമിനോട് നോക്കാം. ടീം 11 പോയി നോക്കാം. ടീം 11 അടുത്ത് MDXൻ്റെ അടുത്തായിരിക്കും ഫസ്റ്റ് ഫൈറ്റ് വരാൻ ചാൻസ്. ടീം 11 നേരെ ചെന്ന് ഇറങ്ങുന്ന B12 അടുത്തേക്കാണ്. B12 തൊട്ടടുത്താണ് അവർ ഇറങ്ങിയിരിക്കുന്നത്. നോക്കാം അവിടെ ഫൈറ്റ് എവിടെ നടക്കുന്നത് നോക്കാം. എന്തായാലും റിസോക്കിൻ്റെ സൈഡിൽ കുറേ പേര് ഇറങ്ങിയിട്ടുണ്ട്. പൊച്ചിങ് തോർ ഓപ്പ് ചെയ്യുന്നുണ്ട്. MDX തോറും BCDയും
ഇർഷു മാഡ് ഒത്തിരിയുണ്ട്. സോ വൈപ്പർ എം ഡി എസിന് തൊട്ടപ്പുറത്ത് ബീറ്റൽ ടീമുണ്ട്, ഇപ്പുറത്ത് ട്രക്കാരിസ് ഉണ്ട്, PX ഉണ്ട്, NEK ഉണ്ട്, ST ടീമുണ്ട്. സോ എല്ലാവരും അടുത്തടുത്ത് ഇറങ്ങിയിട്ടുണ്ട്. ആം ടീമിൻ്റെ അടുത്തോട്ട് ആം ടീമിൻ്റെ അടുത്ത് അതായത് TX ടീമുണ്ട്. ആം ടീമിൻ്റെ അടുത്ത് ഡ്രാക്കനും കാർണേജും ഡെമസിസും ക്രൈസും കളിക്കാൻ ഇപ്പോൾ തൊട്ടപ്പുറത്ത് വരെ ട്രീറ്റ് ചെയ്ത് OP ആയിട്ട് സ്ട്രീം ചെയ്യും. താങ്ക് യു ബ്രോ. എല്ലാവരും നല്ല തുറമ കേൾക്കാൻ സന്തോഷമുണ്ട്. താങ്ക് യു. സോ DMC ടീം തൊട്ടടുത്ത് DMC ടീം ആം ടീമിന് ഫൈറ്റ് എടുക്കാൻ ചാൻസ് അടിക്കുന്ന DMC പെയിൻ അടിക്കുന്ന DMC ടാഗ് കൊടുത്തിട്ടുണ്ട്. DMC നൈസായിട്ട് ആമിൻ്റെ ക്രെയിം നല്ല ടാഗ് കൊടുത്തിട്ടുണ്ട്. ഒരു ബുള്ളറ്റ് എന്തായാലും കൊണ്ടിട്ടുണ്ട്. എന്തായാലും നല്ല കൊള്ളാം, നല്ല രസമുണ്ട്, അടിപൊളി. നോക്കാം ആമിൻ്റെ വേഴ്സസ് DMC ആണ് ഫസ്റ്റ്. ആമിൻ്റെ പ്ലെയർ രണ്ട് സൈഡിലായിട്ട് നിൽക്കുക, രണ്ട് സൈഡിലായിട്ട് രണ്ടുപേരും വെച്ച് അടിക്കാനുള്ള പ്ലാൻ പറയുന്നത് പിസ്റ്റലൊക്കെ വെച്ചിരിക്കുന്നത് വൈപ്പർ ഫെയ്ത്ത് OPയോടെ ഫിനിഷ് ആക്കിയിട്ടുണ്ട്. ടീം ആരാണ് അറിയില്ല. വൈപ്പർ എന്തായാലും ഫിനിഷ് ആക്കിയിട്ടുണ്ട്. സോ നോക്കാം ഇവിടെ ഫൈറ്റ് നടക്കുന്നത് ആം ടീം വേഴ്സസ് DMC ടീമാണ് ഫൈറ്റ് നടക്കുന്നത്. നോക്കട്ടെ. ഇതിനിടയ്ക്ക് നമുക്ക് റൊസോക്കിലോട്ടൊന്ന് കണ്ണ് വെക്കേണ്ടത് റൊസോക്കിൽ അടി വരാൻ ചാൻസ് കൂടുതലാണ്. റൊസോക്കിൽ നല്ല രീതിയിൽ ആൾക്കാർ ഒരുപാട് ഇറങ്ങിയിട്ടുണ്ട്. സോ നമുക്ക് നമ്മൾ നോക്കാം. എന്നാൽ ആം ടീം വേഴ്സസ് DMC ടീം ഇവിടുത്തെ ഫൈറ്റ് നടക്കുന്നുണ്ട്. ഓണാണ്, ഫൈറ്റ് ഓണാണ്. DMC വേഴ്സസ് ആം ടീം. ആമിൻ്റെ ക്രൈസിന് നല്ല ടാഗ് ഇട്ടിട്ടുണ്ട്. ആംസിൻ്റെ ക്രൈസ് ടാഗ് ഇട്ടിട്ടുണ്ട്. ബെയിൻ എന്തായാലും ഹെൽത്തൊക്കെ എടുക്കാൻ പ്ലാൻ ഉണ്ടെന്ന് തോന്നുന്നു. എന്തായാലും തിരിച്ചടിക്കുന്നുണ്ട്. ആമിൻ്റെ ക്രാക്കിനും അടിയിട്ടിട്ടുണ്ട്. ക്രാക്കിന് നല്ല ടാഗ് ഇട്ടിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിൽ കൂടെ ആമിൻ്റെ നെമസിസും കാർണേജൂടെ കറങ്ങി വരുന്നുണ്ട്. DMC ടീമിനോടൊപ്പം സ്പാമിയോ ടീം അതെ ST സൈറ്റ്മാൻ SD ആണോ? അത് ഞാൻ എന്താ ഈ സൈറ്റ്മാൻ നോക്കി സൈറ്റ്മാൻ SD. ഓക്കെ ഫൈൻ, താങ്ക് യു ബ്രോ, താങ്ക്സ് ഫോർ ദ ഇൻഫർമേഷൻ. എനിക്ക് അറിയില്ല അതുകൊണ്ടാണ്. ഓക്കെ സൈറ്റ്മാൻ. സോ നോക്കാം. DMC ടീമുണ്ട്, ആം ടീമുണ്ട്. വേറെ ഫൈറ്റുകൾ നടക്കാൻ സ്പാം ചെയ്യാതെ സ്പാം ഒന്നുമില്ല. നിങ്ങൾ ചറപറ അയച്ചു, എനിക്ക് ഒരു കുഴപ്പമില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട്. MDX തോർ മാഡ് എവിടെയാണ് ബ്രോ എന്ന് ചോദിക്കും. ആർട്ടിക് എവിടെയാണെന്ന് ചോദിക്കുന്നുണ്ട്. മാഡ് എവിടെയാണെന്ന് ചോദിക്കുന്നത്. പണിക്കാം രണ്ടും കാണിക്കാം ബ്രോ. ഒരു മിനിറ്റ്. ആർട്ടിക്ക് മാഡ് ഫുൾ പവർ അത്രേ ഉള്ളൂ. ആമിൻ്റെ ടീം നൈസായിട്ട് ബാക്ക് പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെ ടീമിൻ്റെ കാര്യം ചോദിച്ചത്? മാഡും ആർട്ടിക്കും. MDX ഞാൻ കാണിച്ചിരുന്നു. ആർട്ടിക്കിനെ ഞാൻ ആദ്യം കൊണ്ട് ആർട്ടിക്കിൻ്റെ അടുത്ത്. ആർട്ടിക് ടീം എവിടെയാണെന്ന് അറിയാമോ? ആർട്ടിക് ടീം എവിടെയാണ്? സ്ലോട്ടൊക്കെ കൃത്യമായിട്ട് പറഞ്ഞാൽ എളുപ്പമായിരുന്നു ബ്രോ. സ്ലോട്ടിൻ്റെ കാര്യമാണ് കഷ്ടം. സ്ലോട്ട് നമുക്ക് പെട്ടെന്ന് ആർട്ടിക് ടീം നോക്കണം. ആർട്ടിക് ടീമിനെ സ്ലോട്ട് ചെയ്തായിരുന്നു. ആർട്ടിക് ടീം മാറ്റ് ടീം നമ്പർ 24 ആണ്. ആർട്ടിക് ടീം ഏതാണ്? ആർട്ടിക് ടീം 5 24 മറന്നുണ്ട്. ഓക്കെ, അവിടെ ഇവിടുന്ന് മാറിയിട്ടുണ്ട്. 5 കണ്ടിട്ടുണ്ട്. ആർട്ടിക് ടീം താഴെ ഇപ്പോൾ പണം പോയി പവർ വരട്ടെ മാറ്റ് മാക്സ്. ആർട്ടിക് ടീം ഉണ്ട്. ഇപ്പോൾ ആർട്ടിക് ടീമിൻ്റെ പോയിസണും മാഗ്നം വൈറ്റിയും മാട്രിക്സും വിഗ്നായും കൊണ്ട് എവിടെയാണ് കിടന്ന് ഓടുന്നവരോ? ജോർജപ്പുള്ള സൈഡിൽ കിടന്ന് ഓടിക്കൊണ്ടിരിക്കുകയാണ്. നല്ല റിസ്ക്കുള്ള സ്ഥലമാണ്. ടീം 24 എവിടെയാണ് നോക്കണം. ടീം 24 എവിടെയാണ്? ടീം 24 കാണാനില്ല. ടീം 24 താഴെ വയ്ക്കുന്നു. ടീം 24 അങ്ങ് ദൂരെ ഏതോ ഒരു പ്രാന്തപ്രദേശത്ത് നിൽക്കുകയാണ്. സൈപ്പർ വൈറ്റിയും മിസ്മാഡും മാറ്റ് മിസ്റ്റിക്കും അതുപോലെ RP റൺസാണ്. ഒരു വൈപ്പർ ഫെയ്ത്ത് OPയുടെ ഒരു കില്ല് അവർ കൺഫേം ചെയ്തിട്ടുണ്ട്. ഫെയ്ത്ത് OP ഒറ്റയ്ക്ക് ഒരു സ്ലോട്ടിൽ വന്നിരുന്നു. അയാളുടെ കില്ലെടുത്തിട്ടുണ്ട്. സോ ടീം ഗൈറോ എടുത്തോട്ട് പോകുന്നത്. ഗൈറോ വേഴ്സസ് ടീം 11 ഒരു ഫൈറ്റ് എടുക്കാൻ ചാൻസ്. ടീം 11 MDX ടീമായിട്ട് ഒരു ഫൈറ്റ് നടക്കാൻ ചാൻസ് ഉണ്ട്. MDXന് ഇഷ്യൂ കണ്ടിട്ടുണ്ടോ എന്ന് അറിയില്ല. എന്നാലും നോക്കാം അടി നടക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം അറിയില്ല. നോക്കട്ടെ. ഗൈറോ ടീമിൻ്റെ നടക്കില്ല. അവർ നൈസായിട്ട് വണ്ടി എടുത്ത് പോയിട്ടുണ്ട്. MDX ടീം കൊണ്ടെന്ന് മനസ്സിലാക്കി നൈസായിട്ട് എടുത്ത് മാറിയിട്ടുണ്ട്. ഫൈറ്റ് വേറെ നടക്കില്ല. ഇപ്പം പറഞ്ഞാൽ നമുക്ക് ഏതൊക്കെ ടീമിനുണ്ടെങ്കിലും ആര് ടീമിനെ കാണിക്കാൻ പറ്റും, എളുപ്പത്തിൽ കാണിക്കാൻ പറ്റും. നോക്കാം ഫൈറ്റ് എവിടെ നടക്കും നോക്കണ്ട. SD ടീം ഏതാണെന്ന് നോക്കണം. SD ടീം സെയിൻറ്റ് ടീം. സെയിൻറ്റ് ടീമിനെ കാണിച്ചില്ല. സെയിൻറ്റ് ടീമിനെ കാണിക്കട്ടെ. സെയിൻറ്റ് ടീം എന്ന് പറയുന്നത് മാറ്റ് മാക്സ് കമൗട്ട് സൈഡ്മാൻ സപ്പോർട്ട് മാർക്കസിൽ വെൽക്കം ലൈവ് ലൈവ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് വിട്ടുപോയിട്ട് മറന്നു പോലത്തെ. സോ ഇവിടെ മിലിറ്ററി ബേസ് സൈഡിൽ കൂടെ വണ്ടി ഓടിച്ച് കളിക്കുകയാണ്. സെയിൻറ്റ് ആൽഫയും ഒമേഗയും ജോയും ബ്ലേസ് ഇവിടെ ഉണ്ട്. വണ്ടി സൈഡിൽ ഓടിച്ച് കളിക്കുകയാണ്. മിലിറ്ററി ബേസ് SD ടീം എവിടെയാണ് നോക്കണം. SD ടീമിൻ്റെ സ്ലോട്ട് എത്രയാണ്? SD ടീം ഈ ചേട്ടാ SR ഇല്ല. SR ഇതിൽ കളിക്കുന്നില്ല ബ്രോ. ഇതിൽ കളിക്കും. SD ടീം 19 SR ഇതിൽ കളിക്കുന്നില്ല ബ്രോ. സ്ലോട്ട് നമ്പർ 19 എവിടെയാണ്? സ്ലോട്ട് നമ്പർ 19 കണ്ണ് കാണാൻ പോയല്ലോ. സ്ലോട്ട് നമ്പർ 19 ഇതായിരുന്നു. SD ടീം ഇതായിരുന്നു. സൈറ്റ്മാൻ ടീം ഇവിടെ ഇപ്പോൾ ഒരു ഡ്രോപ്പിൻ്റെ അടുത്തേക്കാണ് നിൽക്കുന്നത്. ഡ്രോപ്പൊക്കെ എടുത്തുകൊണ്ട് പോയെന്ന് തോന്നുന്നു. മാറ്റ് 24 ഞാൻ കണ്ടു ബ്രോ. SD ടീം ഇപ്പോൾ SD ടീം അവിടെ സെറ്റ് ഇപ്പോൾ വേറെ ഇഷ്യൂ ഒന്നുമില്ല. SD ടീമിൻ്റെ ആരൊക്കെ എടുത്തുകൊണ്ടെന്നറിയോ? SD നെപ്പോളിയനും ഹൂണിഗനും അതുപോലെ കില്ലർ ബീനും അഡ്രിനാലിനുണ്ട്. അവർ സെറ്റായി ഇപ്പോൾ വേറെ ഇഷ്യൂ ഒന്നുമില്ല. എനിക്ക് AW മറ്റു പറ്റിയിട്ടുണ്ട് തോന്നുന്നു. എന്തായാലും കൊള്ളാം, അടിപൊളി. അവർ SD ടീം എടുത്തുകൊണ്ട് സൈറ്റ്മാൻ ടീം എടുത്തുകൊണ്ട് നോക്കാം. ഫൈറ്റ് അവിടെ നടക്കാൻ ചാൻസ്. ഫൈറ്റും നടക്കുന്നില്ലല്ലോ. ഫൈറ്റ് അവിടെ നടക്കാൻ ചാൻസ്. RT ടീമിൻ്റെ അടുത്തൊരു ഫൈറ്റ് ഒരു ഫ്ലെയർ വീഴുന്നുണ്ട്. ഫ്ലെയർ വീഴുന്നത്. ഫ്ലെയർ ഡ്രോപ്പ് വീഴുന്നുണ്ട്. ഫ്ലെയർ ഡ്രോപ്പിൽ MK14 DBSും വരുന്നുണ്ട്. എടുത്തോളൂ നിങ്ങൾക്ക് വന്നിട്ടുണ്ട് സാധനം. ഗിഫ്റ്റ് വരുന്നു. RT ടീമിന് കിട്ടുന്നുണ്ട്. DBSും MK14 കിട്ടുന്നുണ്ട്. വൈപ്പർ ടീം വേഴ്സസ് FS ഹോസ്റ്റൽ ടീം ഫൈറ്റ് എടുക്കാൻ ചാൻസ് ഉണ്ട്. വേറെ ഫൈറ്റ് എടുക്കാൻ വല്ല ചാൻസ് ഉണ്ടോ? മാറ്റ് മാക്സ് എന്ന് പറയുന്നത്. പിന്നെ SRR ഓപ്പിൻ ഇൻസ്റ്റയോ എപ്പാ ഇൻസ്റ്റയിൽ ഞാൻ ഓക്കെ ഇൻസ്റ്റയിൽ ഞാൻ ഉണ്ട്. പക്ഷേ ഷാന്ന് പേരിലൊന്നും ഇല്ല കേട്ടോ. ശരി, അപ്പോൾ നോക്കാം. വേറെ എവിടെയെങ്കിലും ഫൈറ്റ് നടക്കാൻ ചാൻസ് ഉണ്ടോ? വേറെ ഫൈറ്റ് നടക്കാൻ ചാൻസ് ഒരിടത്തും കാണുന്നില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല സന്തോഷമുണ്ട്. നിങ്ങൾ എല്ലാവരും മാറ്റ് മാക്സ് സപ്പോർട്ട് കട്ട സപ്പോർട്ട് ഇവരും ഭാഷ എടുത്തിട്ടുണ്ട്. വിസാരിക്കും കട്ട സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. സോ ഇങ്ങനെ ദിവസം ഇങ്ങനെ വന്നു എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. സത്യമായിട്ടും ഇനി കുറച്ച് ദിവസം കൂടെ ഞാൻ കാണുള്ളൂ ഈ ലൈവ് കാണിക്കാനായിട്ട്. അതുകൊണ്ട് ഉള്ള സമയത്തൊക്കെ നിങ്ങൾ വരണം, നിങ്ങൾ വന്ന് സപ്പോർട്ട് ചെയ്യണം. കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ കാണില്ല ഈ ഒരു ടൈമിൽ. സോ എന്തായാലും നോക്കാം.
ഓക്കെ ഇവിടെ മാറ്റ് ടീം എടുത്ത് പോട്ടെ മാറ്റ് മാക്സ് സപ്പോർട്ട് എന്നാൽ ലൈവ് കണ്ടെങ്കിൽ ലൈവ് സബ്സ്ക്രൈബ് മറക്കില്ല കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്കൊക്കെ ചെയ്യണം കേട്ടോ മറന്നുപോലെ സോ മാറ്റ് ടീം ഇവിടെ നിൽപ്പുണ്ട് വിഷയമൊന്നുമില്ല അവർ അടുത്തുനിന്നവർ ആരും ഇല്ല അവർ ജസ്റ്റ് ആയിട്ട് ഈസി ആയിട്ടിരുന്ന് ലൂട്ടൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് വേറെ വിഷയം തന്നെ ഒന്നും തന്നെ ഇല്ല നമുക്ക് വേറെ ഫൈറ്റൊന്നും നടക്കുന്നില്ല ഇത്രയും പേര് 80 പേര് 21 ടീം സ്റ്റിൽ അലൈവാണ് ടൈമെക്സ് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഡെവിലി ഓൺലൈൻ ടൈമെക്സ് എവിടെ ടൈമെക്സ് ടീം എന്താ നിൽക്കുന്നത് ടൈമെക്സ് ടീമിൻ്റെ എഡിത്തും ഇൻഫേമസും ആപ്സലും G9 ഇവിടെ നിൽപ്പുണ്ട് വേറെ ഇഷ്യൂയൊന്നുമില്ല അവരും കുഴപ്പമൊന്നുമില്ല എല്ലാവരും സേഫാണ് നല്ല സേഫായിട്ട് കളിക്കുക എന്താണെന്ന് അറിയില്ല സർവൈവൽ ഗെയിമാണെന്ന് തോന്നുന്നു അറിയില്ല നീ വേറെ ഏതെങ്കിലും ഫൈറ്റ് ഒന്നും എടുത്ത് നടക്കാൻ ചാൻസ് ഇല്ലാത്തതാണ് മാക്സ് ഇവിടെ മാച്ച് അത്രേ ഉള്ളൂ കമോൺ ബ്രോ അത്രേ ഉള്ളൂ കട്ടാക്കി ഇത് ഇങ്ങനെയാണ് നമ്മുടെ സപ്പോർട്ട് കാണിക്കുക ചാറ പറയാൻ മെസ്സേജാണ് ഒരു മനുഷ്യൻ വേറെ ഒരു മെസ്സേജ് ആണല്ലോ അത്രേ ഉള്ളൂ MD ഇർഷു ഉയർന്നു പറയുന്നുണ്ട് പിന്നെ അല്ല MD ജിസ്റ്റോ തോമസ് ചിരിക്കുന്നുണ്ട് എന്തിനാണെന്നോ ജിസ്റ്റോ തോമസ് എന്ത് പറഞ്ഞു റിപ്ലൈ ചിരിക്കുന്ന കേട്ടോ ഓക്കെ MD ഇഷ്യൂ ABC റിയാസ് എത്തിയിട്ടുണ്ട് MD പറഞ്ഞ MD തോർ OP ഇൻ ചാറ്റ് കേസ് ഓക്കെ ഗൈറോ ടീമിൻ്റെ അടുത്ത് ഫൈറ്റ് ഇറങ്ങുന്നു ഗൈറോ ടീം എവിടെ ടീം 13 ഗൈറോ ടീമിൻ്റെ അടുത്ത് ഫൈറ്റ് എടുത്ത് നോക്കും BSG ഒരു പ്ലെയർ നോക്കണം അപ്പോൾ എക്സ്ട്രാ കില്ല് കൺഫേം ആക്കേണ്ട ഗൈറോയുടെ ഒറ്റ പ്ലെയർ മാത്രമേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ ഗൈറോ മാവറിക്ക് ദൂരെ നടിക്കുകയാണ് മാവറിക്കോട് നടിക്കുന്നുണ്ട് മാവറിക്ക് 2 പ്ലേയേഴ്സിനെ നോക്കൗട്ട് ആക്കിയിട്ട് അടിപൊളി കില്ല് കൺഫേം ചെയ്യുന്നത് M24 ഒക്കെ വെച്ച് ചാറ അടിക്കുന്നു 2 പ്ലെയറിനെ നോക്കൗട്ട് ചെയ്തിട്ടുണ്ട് BSG കില്ല് കൺഫേം ചെയ്ത് BSG ഒരു പ്ലെയറിൻ്റെ കില്ല് കൺഫേം ചെയ്ത് BSG വെനത്തിനടിച്ചിട്ടുണ്ട് എൻ്റെ പൊന്നെ OP കേട്ടോ മാവറിക്ക് പറയാതിരിക്കാതെ മാവറിക്ക് കട്ട OP റിപ്ലൈൻ്റെ കില്ല് കൺഫേം ചെയ്ത് BSG ഒറ്റ പ്ലെയർ മാത്രം ബാക്കി ആ വണ്ടി അടിച്ച് എൻ്റെ മുത്ത് ഒന്നും പറയില്ല ഗൈറോ മാവറിക്ക് OP എന്ന് പറയാൻ OP ഒറ്റയ്ക്ക് M24 വെച്ച് ഇങ്ങനെയൊക്കെ അടിക്കാൻ ഒരു മനുഷ്യന് ഇങ്ങനെയൊക്കെ അടിക്കാൻ പറ്റുമോ എനിക്കറിയില്ല പൊളി ബിഗ് ഫാൻ ഗൈറോ സ്നൈപ്പർ കിങ് ആയിട്ട് ഞാൻ അറിയപ്പെടുന്നു ഗൈറോ മാവറിക് അടിയെടുക്കുന്നു ST ടീമിൻ്റെ അടുത്ത് അടിയെടുക്കുന്നു ST ടീം 19 അടുത്ത് അടിയെടുക്കുന്നു ടീം 19 എടുത്തിട്ട് പോകാൻ പറ്റുന്നില്ല ടീം 19 എടുത്തിട്ട് പോകുന്നു ടീം 19 അഡ്രിനൽ നോക്ക് ഡൗൺ ഓപ്പോസിംഗ് ടീം ബീറ്റൽ ടീമായിട്ട് ഫൈറ്റ് എടുക്കുന്ന ബീറ്റൽ ടീം വേഴ്സസ് ടീം ST ടീം സൈഡ്മെൻ ടീം ഫൈറ്റ് എടുക്കുന്നു നോക്കാം ഫൈറ്റ് നടക്കുന്നത് എവിടെയാണെന്ന് ST ടീം വേഴ്സസ് ബീറ്റൽ ടീമാണ് നടക്കുന്ന ഫൈറ്റ് ഒരാൾ നോക്കൗട്ടായിട്ട് റിവൈവ് എടുത്തിട്ടുണ്ട് നോക്കട്ടെ മാറ്റ് മാക്സ് എന്ന് പിന്നെ അല്ല അടിപൊളി നോക്കട്ടെ ഫൈറ്റ് എടുക്കുന്ന എവിടെ ഫൈറ്റ് ഗ്രനേഡ് റിസൾട്ട് ഉണ്ടാക്കിയിട്ടില്ല അടി നടക്കുന്നത് എവിടെയാണ് നടക്കുന്നത് നോക്കട്ടെ MD ഓപ്പി ചാറ്റ് കേസ് പിന്നെ അല്ല MDXിൻ്റെ കട്ടക്കട്ടെ മാറ്റ് മാക്സ് ആണ് ഉദ്ദേശിക്കുന്നത് ഓക്കെ ഫൈൻ മാറ്റ് മാക്സ് ആണ് MDX ഗുഡ് സോ എറ്റാനിക്ക് സപ്പോർട്ട് എറ്റാന പ്ലേയേഴ്സ് വെച്ചിട്ടുണ്ട് സോ അവിടെ ഫൈറ്റ് എടുക്കുന്നത് SD ടീം വേഴ്സസ് B12 ടീമാണ് നമ്മുടെ എറ്റാന ടീം ഇതിനകത്ത് കളിക്കുന്നുണ്ടോ അറിയില്ല എറ്റാന ടീം കളിക്കുന്നുണ്ടോ എന്നറിയില്ല നിങ്ങൾക്ക് സ്ലോട്ടൊക്കെ അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞു തരിക സ്ലോട്ട് പറഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് കാണിക്കാൻ പറ്റും അല്ലെങ്കിൽ സ്ലോട്ട് പറയാതിരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ച് പാടാണ് കാണിക്കാനായിട്ട് കാര്യം കുറച്ച് സ്ലോട്ട് ഒരു ഫെമിലിയർ അല്ല ചില വിസാട്ടല്ലാതെ വേറെ ആരും ഇല്ലേ പോയി ആരുമില്ല വിസാട്ടില്ലാതെ വേറെ ആരുമില്ലേ ഇവിടെ നോക്കാം ഇവിടെ ST ടീം വേഴ്സസ് B12 ടീം നടക്കാൻ ഒരു തീരുമാനമില്ല ഗ്രനേഡിലൊക്കെ എന്നൊക്കെ പൊട്ടുന്നുണ്ട് പക്ഷേ ഒന്നും റിസൾട്ട് ഉണ്ടാകുന്നില്ല എന്തായാലും ലൈവ് ആണെന്നല്ലേ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല 20 ടീം 24 പ്ലേയേഴ്സ് സ്റ്റിൽ അലൈവാണ് ഗ്രനേഡ് വേണ്ട അവിടെ റിസൾട്ട് ഉണ്ടാക്കില്ല B12ൻ്റെ പ്ലെയർ കറങ്ങി വരുന്നുണ്ട് കോട്ട് 9 ഉണ്ടോ അവർ നൈസാ കോട്ട് 9 ഉണ്ട് ബ്രോ കോട്ട് 9 ഉണ്ട് മാറ്റ് മാക്സ് അല്ലെങ്കിൽ /MDX OP നോക്കട്ടെ നോക്കി നോക്കാം ഇവിടെ നോക്കാം ടീം ബെസ്റ്റ് നമ്മുടെ കോട്ടയം ഉണ്ട് കോട്ടയം ഇവിടെ നിൽപ്പുണ്ട് കോട്ടയം നമ്മുടെ ന്യൂപോനിയിൽ നിൽപ്പുണ്ടായിരുന്നു വേറെ സീനൊന്നുമില്ല അവിടെ ഗ്രനേഡ് കൊണ്ട് ബീറ്റൽ ആർച്ചിന് നല്ലൊരു ഗ്രനേഡ് ഒരു ഗ്രനേഡ് ഉള്ളി M24 ഷോട്ട് ദാറ്റ് വാസ് OP പിന്നെ നല്ല OP ദാറ്റ് വാസ് awesome pretty much awesome I was in fact stunned with that performance because അടിപൊളി ഒന്നും പറയാനില്ല നോക്കാം ഇവിടെ ST ടീം വേഴ്സസ് B12 ഇത്രമാത്രം നേട് എവിടുന്നാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഒരു മിനിമം ഒരു 10-12 നേടായിട്ടുണ്ട് ഇത്രമാത്രം നേടോ മാർവാരെ കോപ്പി അവർ നേവി അവിടെ ആർട്ടിക്കിൻ്റെ മാഗ്നം വൈറ്റിയുടെ എനിക്ക് അടിക്കുന്നുണ്ട് ഇവിടെ തീരുമാനമായില്ലെങ്കിൽ ഞാൻ തിരിച്ച് അങ്ങോട്ട് ഉറപ്പായിരിക്കാൻ പോകും RT ടീമിൻ്റെ അടുത്തോട്ട് പോകണോ അത് ഇവിടെ തന്നെ നിൽക്കണമെന്ന് അറിയില്ല എന്നാൽ RT ടീമിൻ്റെ അടുത്തോട്ട് പോകേണ്ടി വന്നു ഇതിന് തീരുമാനം 10 സെക്കൻഡ് അടിയെടുത്തിന് ST കില്ലർ പോയി നൈസായിട്ട് കറങ്ങി പോകുന്നുണ്ട് B12 ആർസിനെ എടുക്കാനാണ് തോന്നുന്നത് നോക്കാം ഇവിടെ ഫൈറ്റ് തന്നെ നടക്കുന്നില്ല ഫൈറ്റ് നടക്കാതെ നിങ്ങളിങ്ങനെ ഗ്രനേഡ് ഇട്ടുകൊണ്ട് എടുക്കാതെ ആരെങ്കിലും ഒക്കെ അടിക്കും പെട്ടെന്ന് അടിക്കും സോ നോക്കാം ST ടീം വേഴ്സസ് B12 ടീം നേട് വീണു ഓക്കെ ST ഒരു പ്ലെയർ നോക്കൗട്ടാണ് നെപ്പോളി നോക്കൗട്ട് ആയിട്ടുണ്ട് കടുവ B12 കയറുന്നു കടുവ കുതിച്ച് കയറുന്നു LC വിസാട്ട് അടിച്ച് നോക്കൗട്ട് ആകുന്നു BST ടീം അടിച്ച് നോക്കൗട്ട് ആകുന്നു BSTയുടെ LC വിസാട്ട് കില്ല് കൺഫേം ചെയ്ത് കയറി പോകുന്നുണ്ട് അടിക്കാനുള്ള പ്ലാനുണ്ട് ഗ്രനേഡ് വീണ്ടും റിസൾട്ട് ഉണ്ടാക്കുന്നത് കടുവ നൈസായിട്ട് അകത്ത് കയറാനുള്ള പ്ലാനുണ്ട് എൻ്റെ മോനെ ഇജ്ജാതി കമൻട്രി എന്ന് പറയുന്നുണ്ട് നല്ലതാണോ ചീത്തയാണോ അറിയില്ല പറയും എന്തായാലും നോക്കാം നല്ലൊരു കടുവയ്ക്ക് തിരിച്ചടിക്കുന്നു ഗൈറോ മാവറിക്കിനോട് ഗ്രനേഡ് മാവറിക്ക് ഫിനിഷ് ആയിട്ടുണ്ട് ടീം LC നയിക്കിനോട് നോക്കൗട്ട് ആകുന്നു BST നിൽക്കുന്നുണ്ട് കടുവ എന്ത് ചെയ്യും കടുവ ഹുണികനും അവിടെ നിൽപ്പുണ്ട് കടുവ LC നയിക്കിൻ്റെ കില്ല് കൺഫേം ചെയ്യുന്നു പിന്നെ പൊളി എന്ന് പറയുന്നുണ്ട് പിന്നെ താങ്ക് യു ബ്രോ
ഇവിടെ എന്താ സംഭവിക്കുക? B12 വേഴ്സസ് SD ഇതുവരെ ഒരു നടക്കുന്നില്ല. ഒരാൾ നോക്കൗട്ടാക്കി ഇതിന് ബാക്കി കയറി അടിക്കുക. എല്ലാവരും മുകളിൽ ഇരിപ്പുണ്ട്, കയറി അടിക്കുവാൻ. പുറത്തൊരാൾ നിൽപ്പുണ്ട്, സൈഡ് കില്ലർ ബി നൈസായിട്ട് സൈഡിൽ നിൽപ്പുണ്ട്. കില്ലർ ബി നൈസായിട്ട് സൈഡിൽ നിന്ന് അടിക്കാനുള്ള പ്ലാനാണ്. ഗ്രനേഡ് അങ്ങോട്ട് കയറുന്നത്, അവിടെ ഗ്രനേഡ് ആരുമില്ല. ഇവർ കയറി പുഷ് ചെയ്യാനുള്ള പ്ലാനാണെന്നൊന്നും പ്ലാനിങ്ങിലാണ്. പ്ലാനിങ് മാത്രമേ നടക്കുന്നുള്ളൂ, ഇംപ്ലിമെൻറ്റേഷൻ ഇല്ല. കമോൺ, പ്ലാൻ ചെയ്യാതെ അടിക്കാൻ നോക്കാം അങ്ങോട്ട്. കടുവ 2 കൽപ്പിച്ച് കയറാൻ പോകണ്ടല്ലോ. കടുവ ഇല്ല, കയറുന്നില്ല. കടുവ എന്താണ് അവൻ? കയറില്ല, കയറരുത്. കയറുമോ? ഇല്ലേ? എന്താ സംഭവിക്കുന്നത്? മനസ്സിലായി എന്താണ് സംഭവിക്കുന്നത്? ഒന്നും നടക്കുന്നില്ല. ഇവിടെ അവിടെ ആരും നടക്കുന്നില്ല, ഒരടി നടക്കുന്നില്ല. ചുമ്മാ വെടിയൊക്കെ വെച്ചുകൊണ്ടിരിക്കുകയാണ്, ഒന്നും നടക്കുന്നില്ല. കടുവ നൈസായിട്ട് നിൽപ്പുണ്ട്. കടുവ അതാ ഇതിൻ്റെ ഇങ്ങോട്ട് കേട്ടുണ്ട്, ഡോറിൻ്റെ സൈഡിലൊക്കെ വന്ന് നിൽക്കുന്നതിൻ്റെ ഡോറിൻ്റെ സൈഡിലൊക്കെ വന്ന് നോക്കുകയാണ്. അവിടെ നിന്ന് ആരുമില്ല, മുകളിലാണ് എല്ലാവരും നിൽക്കുന്നത്. നിങ്ങൾ മുകളിലോട്ട് കയറി, നിങ്ങൾ മുകളിൽ കയറി അടി വാങ്ങി, ശരി അടി കൊടുക്കി. വണ്ടിയൊക്കെ എടുത്ത് പോകണോ? കടുവ കമോൺ, കടുവ എന്താ ചെയ്യുന്നത്? വണ്ടി നീക്കിയിട്ട് കളിക്കുന്നു. എന്താണ് നിങ്ങളുടെ ഉദ്ദേശം? നിങ്ങൾ തീരുമാനമാക്ക്. ഞാൻ പോകണം, ഇല്ലെങ്കിൽ ഞാൻ വേറെ എവിടെയെങ്കിലും പോകും കേട്ടല്ലോ. ഒരു വൈറ്റ് മിസ്സാക്കി നിങ്ങളെത്തിക്കാനാണ് അവിടെ അടിക്കുന്നൊന്നും നടക്കുന്നില്ല. നിങ്ങൾ കയറി അടിക്കാൻ നോക്കുന്നുണ്ടോ? കടുവ എന്തെങ്കിലും ചെയ്യ്, നിങ്ങളല്ലെങ്കിൽ പോകരുത്. ഞാൻ പോകണം. എസ്കേൽ ഫോസിൽ ടീമിൻ്റെ അടുത്ത് ഫൈറ്റ് എടുക്കുന്നു. നമുക്ക് അങ്ങോട്ട് പോകാം. ഫോസിൽ ടീമിൻ്റെ അടുത്ത് ഫൈറ്റ് നടക്കുന്നുണ്ട്. കമൻട്രി മാൻ ഓക്കെ. ഫോസിൽ ടീമിൻ്റെ അടുത്ത് എസ്കേലിൻ്റെ ഒരു പ്ലെയർ നോക്കൗട്ടാണ്. ഫോസിൽ പ്ലേയേഴ്സ് റഷ് ചെയ്യുന്നുണ്ട്. എസ്കേലിൻ്റെ ബാക്കി പ്ലേയേഴ്സ് കയറി വരുന്നുണ്ട്. നമുക്ക് ഗ്രനേഡ് വരുന്നു. റിസൾട്ട് ഉണ്ടാക്കിയതില്ല, റിവൈവ് എടുത്തിട്ടുണ്ട്. ഫോസിൽ ടീം വേഴ്സസ് എസ്കേൽ ടീമിൻ്റെ ഫൈറ്റ് നടക്കുന്നു. നോക്കി നോക്കാം ഫോസിൽ ടീം വേഴ്സസ് എസ്കേൽ ടീം എന്താവും നോക്കി നോക്കാം. MDX വിസാഡ്, MDX നിഞ്ച, MDX ബ്രൂ, MDX ബ്രാവോ, MDX ഷാഡോ, MDX ചാക്ക് ഫുൾ സപ്പോർട്ട്. പിന്നെ അല്ല എസ്കേൽ ഫോസിൽ ടീം കയറി വരുന്നുണ്ട്. ഫോസിൽ നൈസായിട്ട് കയറി വന്നു, അടിക്കുന്നുണ്ട്. ഫോസിലിൻ്റെ ഒരു പ്ലസ് സ്ലിക് ബീച്ച് നോക്കൗട്ട് ആവുന്നു. സ്ലിക് ബീച്ച് എക്സസ് നോക്കൗട്ട് ആവുന്നു. ഫോസിലിൻ്റെ റാസ് മാത്രമാക്കി. റാസ് ഒറ്റയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും? റാസ് ഒറ്റയ്ക്കാണ്. റാസ് നൈസായിട്ട് റിവൈവ് എടുക്കാൻ നോക്കുന്നുണ്ട്. റാസ് നോക്കട്ടെ, റാസ് റിവൈവ് എടുക്കുന്നുണ്ട്. റാസ് റിവൈവ് എടുക്കുമ്പോൾ കയറി അടിച്ചാൽ നന്നായിരിക്കും. ഈ സമയത്ത് എസ്കേലിൻ്റെ ഒരു പ്ലെയർ നോക്കൗട്ടാണ്. എസ്കേലിൻ്റെ അടുത്ത പ്ലെയർ കയറി വരുന്നുണ്ട്. എസ്കേലിൻ്റെ അടുത്ത പ്ലെയർ അടിക്കുന്നു, നോക്കൗട്ട് ആവുന്നു. എസ്കേലിൻ്റെ അടുത്ത പ്ലെയർ നോക്കട്ടെ, നോപ്പി അടുത്ത പ്ലെയർ അടിക്കുന്നു. അടുത്ത പ്ലെയർ നോക്കട്ടെ. എൻ്റെ പൊന്നെ റാസ് ഓപ്പി ഒറ്റ പ്ലെയർ മാത്രമേ ബാക്കിയുള്ളൂ. ഒരു പ്ലെയർ മാത്രം ബാക്കി. അടിക്കാൻ പറ്റുമെങ്കിൽ അടിക്കുവാൻ പെട്ടെന്ന് ഹെൽത്ത് എടുത്തിട്ട് അടിച്ചാൽ നോക്കിക്കോ. എസ്കേലിൽ ഒരു പ്ലെയർ കൊണ്ടുണ്ട്. ഒരു പ്ലെയർ അവിടെ പോയി. ഒരു പ്ലെയർ അവിടെ നിൽക്കുന്നു. ഹെൽത്ത് എടുത്ത് നിൽപ്പുണ്ട്. മെഗാകർഷനാണ്. നിൽപ്പുണ്ട്. നോക്കാം മെഗാകർഷൻ എന്ത് ചെയ്യും? മെഗാകർഷൻ അടിക്കുന്നു. മെഗാകർഷൻ അടിച്ച് ഫിനിഷ്. എൻ്റെ മുത്തേ റാസ് ഓപ്പി. റാസ് 3 വരെ കില്ലും കട്ടയും കൺഫേം ചെയ്യുന്നു. സിമ്പിളായിട്ട് അടിച്ച് ഫിനിഷ് ആക്കിയിട്ടുണ്ട്. നമുക്ക് തിരിച്ച് വീണ്ടും നമുക്ക് ഇവിടോട്ട് പോകാം. ഇവിടെ എന്താ തീരും? ഇവിടെ ഒന്നും ആയിട്ടില്ല. കണ്ട ഒരു ഫൈറ്റ് കൂടി ഇവിടെ കഴിഞ്ഞിട്ട് കൊടുക്കുന്നത്. വീട്ടിൽ അടിച്ചു. വീട്ടിൽ ആർച്ചറിനെ അടിച്ച് നോക്കൗട്ട് ആക്കിയിട്ടുണ്ട്. എസ്റ്റോളിൻ്റെ ഒരു പ്ലെയർ നോക്കൗട്ട് ആയിട്ടുണ്ട്. സോറി എസ്റ്റോളല്ല, സൈഡ് ടീം അവിടെ വീറ്റോളിൻ്റെ ഒരു പ്ലെയറിനെ നോക്കൗട്ട് ആക്കിയിട്ടുണ്ട്. വീറ്റോളിൻ്റെ കടുവ അവരെ കയറി പോകുന്നത്. റിവൈവ് എടുക്കാനുള്ള പ്ലാനാണോ അടിക്കുമെന്ന് അറിയില്ല. എന്താ നോക്കാം. അവിടെ ആരും അടിക്കുന്നു? ആരും ഇല്ലല്ലോ അടിക്കാനായിട്ട്. ഇവിടെ ആരുമില്ല അടിക്കാൻ. നിങ്ങളെന്താ ആരും അടിക്കാനില്ല. അവിടെ ആരുമില്ല. കടുവ കയറിപ്പോകുന്നു. കടുവ അടിക്കുന്നുണ്ട്. കടുവ അഡ്രാൻ ചാടി വന്നു. അഡ്രാൻ അടിക്കുന്നുണ്ട്. അഡ്രാൻ സപ്പോർട്ട് ചെയ്യുന്നു. കടുവ അടിച്ച് നോക്കൗട്ട് ആകുന്നു. ഇനി ഒരു പ്ലെയർ കൂടെ മാത്രമേ ബാക്കിയുള്ളൂ. കയറി വരുന്നു. ബീറ്റൽ അടിക്കുന്നു. ബീറ്റലിൻ്റെ ഒരു പ്ലെയർ കയറി വരുന്നു. ബീറ്റൽ കയറി അടിച്ച് അഡ്രാൻ അടിച്ച് നോക്കൗട്ട് ആകുന്നു. അഡ്രാൻ SD 2 പ്ലെയർ നോക്കൗട്ട് ആകുന്നുണ്ട്. അഡ്രാൻ മൂന്നാമത്തെ ഹൂണിക്കൻ കയറി വന്നിട്ട് ഗോൾഡൻ വൈറ്റ് മാത്രം ബാക്കി നോക്കിയൊക്കെ അടിക്കുന്നുണ്ട്. എൻ്റെ പോലെ അടിപൊളി ഗോൾഡൻ വൈറ്റ് OP. ഗോൾഡൻ വൈറ്റ് 3 പേരെ നോക്കൗട്ട് ആക്കിയിട്ടുണ്ട്. ഒരാളൂടെ കയറി വന്ന് അടിക്കാനുള്ള പ്ലാൻ. അടിക്കുന്നുണ്ട്. അടിച്ച് ഫിനിഷ് ആക്കുന്നുണ്ടോ? ഇല്ല. റീലോഡായി പോയി മാൻ. എൻ്റെ മുന്നേ രക്ഷപ്പെട്ടു. അങ്ങനെ SD ടീമിനെ വൈപ്പ് ആക്കിയിട്ടുണ്ട്. B12 ടീം 2 പ്ലേയേഴ്സ് നഷ്ടമായി. പക്ഷേ കില്ല് കൺഫേം ആക്കി. ഒരു രക്ഷയില്ല. OP കളി. ടീം 24 എലൈവ് ആണോ എന്ന് ചോദിച്ചു. ടീം 24 പിന്നെന്താ? ടീം മാറ്റ്മാക്സ് എന്താ അവിടെ നിൽപ്പുണ്ട്. മാറ്റ്മാക്സ് ടീമിൻ്റെ 4 പേരോട് സെറ്റായിട്ടുണ്ട്. അതിൻ്റെ MDX MDXിൻ്റെ അടിക്കുന്നുണ്ട്. മാറ്റ്മാക്സിലോട്ട് പോകാം. ടീം 24 എലൈവ് ആണ്. മാറ്റ്മാക്സിന് തോർ നോക്കൗട്ടാണ്. മാറ്റ്മാക്സിന് തോറിൻ്റെ കില്ല് കൺഫേം ആയിട്ട്. മാറ്റ്മാക്സിന് ഒറ്റ പ്ലെയർ മാത്രം ബാക്കി. അയാളെ കില്ല് കൺഫേം ആക്കി. എൻ്റെ മുത്തേ മാറ്റ്മാക്സ് തീർന്നു പോയി. മാറ്റ്മാക്സിനെ ആംഡ് തീർത്തു. അങ്ങനെ മാറ്റ്മാക്സിനെ ഫിനിഷ് ആക്കിയിട്ടുണ്ട്. സോ ആംഡ് 4 കിലോ എടുത്തുകൊണ്ട് പോയി ഫിനിഷ് ആക്കിയിട്ടുണ്ട്. സോ കറക്റ്റ് എത്തിയ സമയത്ത് തീർന്നിട്ടുണ്ട്. അവസാനം അടിയായപ്പോൾ കറക്റ്റ് എത്തി ലാസ്റ്റ് പ്ലെയറിനെ ഫിനിഷ് ആക്കിയിട്ടുണ്ട്. സോ അങ്ങനെ തീർന്നിട്ടുണ്ട്. പൊളി കമൻട്രി അശ്വിൻ പറയുന്നത് താങ്ക് യു. വൈപ്പറിനെ സ്പെക്ക് ചെയ്യാം. പിന്നെ വൈപ്പറിനെ സ്പെക്ക് ചെയ്യാം. വൈപ്പറിൻ്റെ MDX ഫുൾ പവർ. MDX തീർന്നുള്ളൂ. ഒപ്പി കമൻട്രി വേണം. താങ്ക് യു ബിഗ് ഫാൻ ബ്രോ. താങ്ക് യു. ചത്തില്ല. എൻ്റെ ഓക്കെ ഫൈൻ. ഇതാ ഇവിടെ നോക്കാം. നോക്കി ഇനി അടുത്ത ആരും കാണിക്കാൻ പറഞ്ഞല്ലോ ബ്രോ. 24 അല്ലോ. 24 ഞാൻ കാണിച്ചു. വൈപ്പറിനെ കാണിക്കാൻ പറഞ്ഞു. വൈപ്പർ എവിടെയാണ്? വൈപ്പറിൻ്റെ സ്ലോട്ട് എത്രയാണ്? വൈപ്പറിൻ്റെ സ്ലോട്ട് ഏതാണ്? വൈപ്പറിൻ്റെ സ്ലോട്ട് ഏതാണെന്ന് അറിയാമോ? വൈപ്പറിൻ്റെ സ്ലോട്ട് ടീം 17 എവിടെയാണ് നോക്കട്ടെ. 17 എവിടെയാണ്? 17 അവിടെ വൈപ്പർ ടീമുണ്ട്. കുഴപ്പമൊന്നുമില്ല. GS ഉണ്ട്. ഇതിനകത്ത് GS ഏത് റൂമിലാണ് ബ്രോ ഉള്ളത്? GS ഏത് റൂമിലാണ് എനിക്കൊരു ഐഡിയ ഇടുന്നില്ല. കാരണം GSൻ്റെ ഞാനിപ്പോൾ സ്ട്രീം ചെയ്യുന്ന ഒരു റൂമിൽ GS ഞാൻ കണ്ടതായിട്ട് ഓർക്കുന്നില്ല. GSൻ്റെ ഇവിടെ വൈപ്പറിൻ്റെ വെക്കടാവിടെയും വൈപ്പർ ജാഗ്, വൈപ്പർ മാനേജ്, വൈപ്പർ മോഹിത് ഇപ്പോൾ അവിടെ വിഷയമൊന്നുമില്ല. വൈപ്പർ ടീമോട് സെറ്റ് ആയിരുന്നു. വൈപ്പർ ടീമിൻ്റെ ഒരു മനുഷ്യൻ അടുത്ത് ആരും ഇല്ല. എന്തായാലും നോക്കാം. അടുത്ത ഫൈറ്റ് അവിടെ നടക്കും. നോക്കി നോക്കാം. ടീം 22 vs 16 ചിലപ്പോൾ നടക്കാം. മാറ്റ്മാക്സ് MDX എന്ന് പറഞ്ഞു. പിന്നെ അല്ല മാറ്റ്മാക്സ് തീർന്നു ബ്രോ. സാഡ് ലൈഫ്. ടീം നമ്പർ DM
DMC ആയിട്ട് കോഡ് 9 ഫൈറ്റ് എടുക്കാൻ ചാൻസ് ഉണ്ട്. കോഡ് 9 4x ഒക്കെ വെച്ച് നോക്കുന്നുണ്ട്, DP 4x ഒക്കെ വെച്ച് നോക്കുന്നുണ്ട്. നോക്കുക എന്താണ് അവിടെയാണ് അടിക്കാൻ ചാൻസ് ഉണ്ട്. അവിടെ കാണുന്നുണ്ടോ അറിയില്ല, എനിക്ക് പറയാൻ അവർ കാണാൻ പറ്റില്ലെന്ന് തോന്നുന്നത്. അവർ കാണാൻ പറ്റില്ല, അവർ വീട്ടിനകത്താണ്, അത് കാണാൻ പറ്റില്ല. സോ കോഡ് 9 വേഴ്സസ് മുത്തേ നീ പൊളിയാന്ന് പറയുന്നുണ്ട്. താങ്ക് യു ബ്രോ, താങ്ക് യു വെരി മച്ച്. സോ എന്തായാലും ഈ സമയത്തെല്ലാം ലൈവ് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, മറന്നു പോകരുത്. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ ക്ലാൻ മെമ്പേഴ്സിനൊക്കെ ഒന്ന് പറഞ്ഞ് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കൂ പ്ലീസ്. നമ്മളൊരു സപ്പോർട്ട് ചെയ്ത് വളർന്നു വരുന്നൊരു സ്ട്രീമറാണെന്ന് ഞാൻ സ്വയം പറയുന്നുണ്ട്, വളർന്നു വരുന്നതാണെന്ന്. പക്ഷേ നിങ്ങളൊക്കെ പറഞ്ഞാലേ അത് വളർന്നു വരുമോ ഇല്ലെന്ന് അറിയില്ല. അത് നിങ്ങൾ വേണം തീരുമാനിക്കാൻ വളരണോ വേണ്ടോ എന്നുള്ളത്. സോ എന്തായാലും നിങ്ങളുടെ എല്ലാ ക്ലാൻ്റെ അടുത്ത് പറയണം ഞാൻ വന്നു മലയാളം ടെക് വന്നിട്ടുണ്ടോ, ജി ഗുഡ് ഗെയിം, ഗുഡ് ഗെയിം, കുഴപ്പമൊന്നുമില്ല, ഗുഡ് ഗെയിം. സോ എന്തായാലും ഞാൻ പറയാൻ വന്നത് എന്താണ്, അപ്പോൾ നിങ്ങൾ തീരുമാനിച്ച് മാത്രമേ നമ്മൾ വളരാൻ പറ്റുള്ളൂ. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്ത് നിങ്ങൾ ക്ലാൻമേറ്റ്സ് പറഞ്ഞത് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാം. അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കാം. വേറെ എവിടെയും ഫൈറ്റ് എടുക്കാൻ ചാൻസ് ഉണ്ട്. ടീം 10-12 ഒരു ഫൈറ്റ് എടുക്കാൻ ചാൻസ് ഉണ്ട്. PX ടീം ടീം 10 അടുത്തോട്ട് പോകുന്ന ടീം 10 സെയിം ടീം ഒരു ഫൈറ്റ് എടുക്കാൻ ചാൻസ് ഉണ്ട്. സെയിം ടീം വേഴ്സസ് PX ടീം ഒരു ഫൈറ്റ് നടക്കാനുള്ള സാധ്യത എല്ലാം ഞാൻ കാണുന്നുണ്ട്. സെയിൻറ്റ് ജോ അവിടെ 4x ഒക്കെ വെച്ച് നോക്കുന്നു. ആരെയാണ് നോക്കുന്നത് അറിയില്ല, എന്തായാലും ആരെയും നോക്കുന്നുണ്ട്. അവിടെ സെയിം ടീം തൊട്ടടുത്തുണ്ട്. PX ടീമിൻ്റെ തൊട്ടടുത്താണ് സെയിം ടീം നിൽക്കുന്നത്. ഏത് സ്ഥലം ഏതാണ് നോക്കിയാൽ സ്ഥലം സെവറിൻ്റെ സൈഡിലാണ് നിൽക്കുന്നത്. സെവറിൻ്റെ സൈഡിൽ PX ടീം വേഴ്സസ് സെയിം ടീം ഒരു ഫൈറ്റ് നടക്കാനുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുന്നു. സെയിം പ്ലേസ് വന്നപ്പോൾ ഓ എന്ത് എസ്സാണ് ബ്രോ, എസ് എന്ന് പറഞ്ഞു എന്താ മനസ്സിലായില്ല. വേറെ കമൻറ്റ് ഒന്നും മിസ്സായിട്ടില്ല. എല്ലാ കമൻറ്റും ഞാൻ വായിക്കുന്നുണ്ട്. മാക്സിമം കമൻറ്റൊക്കെ ഞാൻ വായിച്ച് നോക്കുന്നുണ്ട്. വൈപ്പർ കയറി വരുന്നുണ്ട്. സെയിൻറ്റിൻ്റെ ആൽഫ വരുന്നുണ്ട്. സെയിൻറ്റ് ആൽഫ നിൽക്കുന്നത്. സെയിൻറ്റ് ആൽഫ കണ്ടിട്ടില്ല. സെയിൻറ്റ് ആൽഫ TP നോക്കുന്നത് കാണുന്നില്ല. PXൻ്റെ അവനെ അക്ഷയ അടിപൊളി കമൻറ്റ്. താങ്ക് യു PX. അക്ഷയ് നോക്കൗട്ട് ആകുന്നത്. അക്ഷയുടെ കില്ല് കൺഫേം ചെയ്യുന്നുണ്ട്, നോക്കുന്നുണ്ട്. കൺഫേം ആവില്ല, കൺഫേം ആയിട്ടില്ല. എന്തായാലും സെയിൻറ്റ് പ്ലെയർ ഒരു നോക്കൗട്ട് ആക്കിയിട്ടുണ്ട്. PX ടീം കുറച്ച് ട്രബിളിലാണ് കാര്യം. ഒരാൾ നോക്കൗട്ടാണ്. വേണമെങ്കിൽ സെയിൻറ്റ് ഒമേഗയ്ക്ക് അടിക്കാൻ ചാൻസ് ഉണ്ട്, സെയിൻറ്റ് ആൽഫയ്ക്ക് അടിക്കാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ നോക്കാം ഇവിടെ PX ഡ്രാഗോ അടിക്കുന്നുണ്ട്. PX ഡ്രാഗോ നൈസായിട്ട് ബ്ലേസിനാണ് തോന്നുന്നു ടാഗ് ചെയ്യുന്നത്. പക്ഷേ ടാഗ് ഒന്നും കിടക്കുന്നില്ല. സ്മോക്ക് ഇട്ടിട്ടുണ്ട്. OP എന്ന് പറയുന്നത്. താങ്ക് യു ബ്രോ, താങ്ക് യു വെരി മച്ച്. നിങ്ങളുടെ സ്നേഹം കാണുമ്പോൾ ഞാൻ കാര്യം മിക്കവാറും. സോ ഇവിടെ PX വേഴ്സസ് സെയിൻ്റ് ആണ് നടക്കുന്നത്. PX വേഴ്സസ് സെയിൻറ്റ് കണ്ട മാത്മാക്സ് ചത്ത് എല്ലാവരും പോകുന്നുണ്ട്. സോ ഗ്രനേഡ് റിസൾട്ട് ഉണ്ടാക്കിയില്ല. നോക്കാം, കുറച്ച് മുന്നേ ഒരു റിസൾട്ട് ഉണ്ടായാൽ PX ആക്ഷൻ റിവൈവ് എടുത്തിട്ടുണ്ട്. റിവൈവ് എടുത്ത് പോകുന്നുണ്ട്. നോക്കാം PXൻ്റെ ടീം വേഴ്സസ് സെയിൻറ്റ് ടീമാണ് നടക്കുന്നത്. PX വേഴ്സസ് സേട്ടായി കൊള്ളാൻ കേട്ടോ. താങ്ക് യു ബ്രോ, താങ്ക് യു വെരി മച്ച്. നല്ലതായിട്ട് എടുത്തിട്ടുണ്ട്. താങ്ക് യു എന്ന് പറയുന്നുണ്ട്. ഓക്കെ, സോ PX വേഴ്സസ് സെയിൻറ്റ് ഒമേഗ നൈസായിട്ട് കറയുന്നു. ഇപ്പോൾ ഇവിടെ PXൻ്റെ പ്ലേസ് ഒക്കെ PXൻ്റെ പ്രാഗ് അപ്പുറത്തേക്കാണ്. സോ സെയിൻറ്റ് വേഴ്സസ് PX TMXൻ്റെ പ്ലേസ് കുറച്ചുകൂടെ സൈഡ് വഴിയൊക്കെ പോകുന്നുണ്ട്. ഇവിടെ ഫൈറ്റ് നടക്കുന്നത് PX വേഴ്സസ് PXൻ്റെ ഒമേഗ അടിക്കുന്നുണ്ട്. PX അവൻ്റെ വളർന്ന് പന്തല സ്ട്രീമറാണ് താങ്കൾ. ഞാൻ പാവം, നമ്മൾ വെറും നൂബ് നിങ്ങളൊക്കെ വലിയ ആൾക്കാർ, നമ്മൾ പാവമാണ് വേൻ. സോ സെയിൻറ്റ് ഒമേഗ സെയിൻറ്റ് ടീം വേഴ്സസ് PX ടീം നടക്കുന്നത്. അവിടെ അത്ര അടിക്കുക. LC ടീം വേഴ്സസ് വൈപ്പർ ടീം എടുത്ത് ഫൈറ്റ് റെഡ്ടെക്സിനെ അടിക്കുന്നുണ്ട്. ഇവിടെ ഒരു കൂട്ടത്തല്ലിനുള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ടല്ലോ. റെഡ്ടെക്സ് ഇവിടുത്തെ ഫൈറ്റ് കഴിയുന്നിട്ട് അവിടെ അടിക്കുന്നു. നോക്കാം, അങ്ങോട്ട് പോയി നോക്കാം. എല്ലാ സപ്പോർട്ടും ഉണ്ട്. ഇപ്പോൾ അവിടെ TXC തല്ലല്ലോ, വൈപ്പറിൻ്റെ അടുത്ത് നോക്കാം. വൈപ്പറിൻ്റെ അടുത്ത് നോക്കിയാൽ വൈപ്പറിൻ്റെ ഓപ്പോസിറ്റ് ടീമിനെയൊക്കെ വൈപ്പാക്കിയിട്ടുണ്ട്. സോ റെഡ്ടെക്സിന് അടിക്കുന്നുണ്ട്. റെഡ്ടെക്സിലോട്ട് പോയി നോക്കാം. റെഡ്ടെക്സിന് അടിച്ച് നോക്കൗട്ട് ആക്കിയിട്ടുണ്ട്. റെഡ്ടെക്സ് നോക്കൗട്ടാണ്. ഓപ്പോസിറ്റ് NEK ടീമാണ്. NEK ടീം റെഡ്ടെക്സ് ടീമാണ് നടക്കുന്നത്. നോക്കട്ടെ, NEK ടീം റെഡ്ടെക്സ് ഇതിൻ്റെയൊക്കെ അപ്പുറത്താരടിക്കുന്നത്. അവിടെ ഇസഡാറുമായിട്ട് ഫൈറ്റ് എടുക്കുന്നത്. ഇസഡാറും ലിംബോ. ഇസഡാറും വേഴ്സസ് നമ്മുടെ ഇസഡാറും ആറ്റം നോക്കൗട്ടാണ്. DMC വേഴ്സസ് ഇസഡാറാണ്. ഇസഡാറും ലിംബോ നോക്കൗട്ടാണ്. ഇസഡാറിൻ്റെ ആറ്റം നോക്കൗട്ടാണ്. ഇസഡാറിൻ്റെ ആറ്റം നോക്കൗട്ട്. DMC ബെയിനെ തിരിച്ചാണ് എൻ്റെ മൈനസ് അറിയാതെ വന്നത്. ഓക്കെ, അടുത്ത ആൾ നോക്കട്ടെ. ഇസ്ലാമിൻ്റെ ആറ്റം DMC അടുത്ത പ്ലെയറാണ്. DMC ബെയിനെ കില്ല് കൺഫേം ചെയ്യുന്നുണ്ട്. ഇസ്ലാമിൻ്റെ മാഗ്നം അടിച്ച് അവിടെ മാക്സിന് നോക്കൗട്ട് ആക്കുന്നുണ്ട്. ഇസ്ലാമിൻ്റെ മാഗ്നം നോക്കിയാൽ മാഗ്നൈസർ താഴെ എഴുതുന്നുണ്ട്. മാഗ്നൈസർ താഴെ വരുന്നത്. അടുത്ത ആൾ കയറി എഴുതുന്നുണ്ട്. അടുത്ത ആൾ അടിക്കാൻ ചാൻസ് ഉണ്ട്. നോക്കി നോക്കാം. അവിടെ മാക്സിന് നോക്കൗട്ടാണ്. DMC ഒരു പ്ലെയർ മാത്രമേ ബാക്കിയുള്ളൂ. കില്ല് കൺഫേം ചെയ്യുന്നു. അവിടെ അപ്പുറത്ത് അടിയെടുക്കുന്നു. സോ ഈ ഫൈറ്റ് കഴിഞ്ഞ് അങ്ങോട്ട് പോകുന്നതിന് നല്ലത് അതാ. ഈ ഫൈറ്റ് കഴിഞ്ഞ് അങ്ങോട്ട് നല്ല DMC ഒറ്റ പ്ലെയർ മാത്രമേ. DMC ക്രൂസിനെ അടിച്ച് ഫിനിഷ് ആക്കിയിട്ടുണ്ട്. അവിടെ നോക്കി റെഡ്ടെക്സിലോട്ട് പോയി നോക്കാം. റെഡ്ടെക്സ് എന്നിക്കാണെന്ന് തോന്നുന്നു. റെഡ്ടെക്സ് എനിക്ക് നടക്കാൻ ചാൻസ് ഉണ്ട്. റെഡ്ടെക്സ് എന്നിക്കല്ലേ വേറെ എവിടെ ഫൈറ്റ് എടുക്കുന്നത്. ഇവിടെ ഓക്കെ. റെഡ്ടെക്സിന് ഇവിടെ അടിക്കുക. റെഡ്ടെക്സിന് നോട്ട് നല്ലൊരു നിങ്ങൾക്കാണോ വേണ്ടയോ എന്ന് ഇപ്പം അറിയാൻ പറ്റില്ല. അവിടെ നിങ്ങൾ അടിക്കുന്നില്ല. കോഡ് വേഴ്സസ് റെഡ്ടെക്സ് ആണ് അവിടെ. സെയിൻറ്റ് പ്ലേസ് അടിക്കുന്നു. സെയിൻറ്റിലോട്ട് പോകുന്നത് അവിടെ നടക്കുന്ന അടിക്കുന്നു. PX സെയിൻറ്റിൻ്റെ പ്ലേസ് നോക്കൗട്ട് ആയിട്ടുണ്ട്. സെയിൻറ്റ് പ്ലേസ് നോക്കൗട്ട് ആവുന്നില്ല. സെയിൻറ്റ് പ്ലേസ് റിവ്യൂ എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ ഇല്ലയോ എന്നറിയില്ല. സെയിൻറ്റ് ഒമേഗ കയറിപ്പോണ്ട്. ജസ്റ്റ് ബീറ്റോളിൻ്റെ ഗൾഫ്മെൻറ്റ് അടിക്കുന്നുണ്ട്. എൻ്റെ പോലെ സെയിൻറ്റ് ടീമിനെ കംപ്ലീറ്റ്ലി വൈപ്പ് ആയിട്ടുണ്ട് കേട്ടോ. നിൽക്കണ്ട കേട്ടോ. പൊയ്ക്കോ ടാറ്റ. പക്ഷേ നിൽക്കേട്ടോ, നിങ്ങൾ പോലെ. സോ PX അങ്ങനെ സെയിൻറ്റ് ടീമിനെ കംപ്ലീറ്റ്ലി വൈപ്പ് ആയിട്ടുണ്ട്. സോ അടി കംപ്ലീറ്റ് ഫിനിഷ് ആയിട്ടുണ്ട് മുത്തേ. സോ നമുക്ക് അടുത്ത ഫൈറ്റ് എടുത്ത് നോക്കി നോക്കാം. നമുക്ക് ന്യൂട്ടൺ അടുത്ത് പോകണം. ന്യൂട്ടൺ വെക്കടാ വേണ്ടിയിട്ട് ടൈമെക്സ് അടിക്കുന്നു. ടൈമെക്സ് വേഴ്സസ് വൈപ്പർ ടീം നടക്കുന്നത്. വൈപ്പർ വേഴ്സസ് ടൈമെക്സ് നടക്കുന്നുണ്ട്. വെക്കടാ വേണ്ടി നോക്കൗട്ടാണ്. ടൈമെക്സിൻ്റെ അടിക്കുന്നുണ്ട്. വൈപ്പറിൻ്റെ ഒരു പ്ലെയറിൻ്റെ റിവ്യൂ എടുക്കുന്നുണ്ട്. ടൈമെക്സിന് ആപ്സോളിനെ അടിച്ച് നോക്കൗട്ട് ആക്കിയിട്ടുണ്ട്. എൻ്റെ മുത്ത അടിപൊളി നോക്കൗട്ട് ആക്കിയിട്ടുണ്ട്. ടൈമെക്സിൻ്റെ ഒരു പ്ലെയർ നോക്കൗട്ട്. നോക്കി നോക്കാം. വൈപ്പർ ടീം വേഴ്സസ് ടൈമെക്സ് ടീം നടക്കുന്നുണ്ട്. ആംഡ് ക്രേനിയൊക്കെ ഇസഡാറും അടിക്കുന്നുണ്ട്. ഇസഡാറും വേഴ്സസ് ആംഡ് നടക്കുന്നു. ന്യൂട്ടൺ അടിച്ച് നോക്കൗട്ട് ആയത്. കോഡ് 9 ഇസഡാറിൻ്റെ പ്ലെയർ നോക്കൗട്ട്.
അവിടെ ആംഡിൻ്റെ പ്ലേസിനെ ഫിനിഷ് ആക്കിയോ? ഇല്ല കോട്ട് 9 അടിക്കുന്നത് കോട്ട് 9 TS2 അവിടെ വൈപ്പർ ജാക്കറ്റ് നോക്കൗട്ടാക്കി. എൻ്റെ പേര് എല്ലാം കൺഫ്യൂഷൻ ആയല്ലോ. വൈപ്പർ ജാക്കറ്റ് നോക്കൗട്ടാക്കി. ഇവിടെ നോക്കാം ഇവിടെ സംഭവിക്കുന്നത് എന്താണ് നോക്കാം. ടൈമെക്സിൻ്റെ പ്ലെയറിന് റിവ്യൂ എടുക്കാൻ നോക്കുന്നുണ്ട്. വൈപ്പർ ജാക്കറ്റ് റിവ്യൂ എടുക്കാൻ വേണ്ടി മോഹിത് പോകുന്നുണ്ട്. മോഹിത് റിവ്യൂ എടുക്കുന്നത് പ്രതീക്ഷിക്കാം. കോട്ട് 9 ടൈമെക്സ് അവിടെ റിവ്യൂ എടുക്കുന്നുണ്ട്. നമുക്ക് കോട്ട് 9 വേഴ്സസ് റെഡ് എക്സ് നടക്കുമെന്ന് ഡൗട്ടുണ്ട്. കേക്ക് റെഡ് എക്സ് മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു. കേക്ക് റെഡ് എക്സിൻ്റെ അടുത്ത് നോക്കിയിട്ട് വണ്ടി എടുത്ത് പോകുന്നുണ്ട്. സോ അവിടെ നടക്കാൻ ചാൻസ് ഇല്ല. നമുക്ക് വൈപ്പർ ടീമിനോട് തിരിച്ച് പോയി നോക്കാം. വൈപ്പർ ടീം വേഴ്സസ് കോട്ട് 9 അവിടെ നടക്കുന്നുണ്ട്. അങ്ങോട്ട് പോകാൻ തിരിച്ച് പോകാം. വൈപ്പർ ടീം വേഴ്സസ് കോട്ട് 9. ബ്രോ എൻ്റെ കൂടെ കളിക്കൂ. എൻ്റെ കളിയൊക്കെ വെറും ഷോക്കാണ് ബ്രോ. സ്ട്രീമിങ് മാത്രം നല്ലതൊന്ന് കളിക്കാൻ എൻ്റെ കളി വലിയ ഗെയിമൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ ഒന്നാമത് വെറും ഷോക്കായി മാറി. കളിക്കാൻ സമയം കളിക്കാറില്ല ബ്രോ. അതാണ് ഈ സീസൺ എല്ലാം കൂടെ 150-160 കളി ഞാൻ കളിച്ചുള്ളൂ. ഈ സീസൺ മുഴുവൻ കൂടെ ഏസ് പോലും ആയിട്ടില്ല. ഇപ്പം ക്രൗൺ 3 മറ്റോ ആയിട്ടുള്ളൂ. വല്ല പണിക്ക് കൂടെ വികാസം നടത്തുന്നുണ്ട്. ശരിയെന്നാന്ന് പറയുന്നുണ്ട്. കുഴപ്പമില്ല ബ്രോ, നമുക്ക് നാളെ കളിക്കാം. നാളെ അടിക്കാം. ഓക്കെ. സോ എന്തായാലും നോക്കാം. TX വേഴ്സസ് വൈപ്പർ ടീമാണ്. വൈപ്പർ ടീം വേഴ്സസ് TX ടീം നടക്കുന്നുണ്ട്. അവിടെ ടൈമെക്സിൻ്റെ 69 നൈസായിട്ട് G9 കറക്റ്റായിട്ട് കറങ്ങി വരുന്നുണ്ട്. കറങ്ങി വന്നടിക്കാനുള്ള പ്ലാനാണെന്ന് തോന്നുന്നു. വൈപ്പർ ടീം ഇപ്പോൾ സാർക്ക് ബൈ സാർ പോലെ കേട്ടോ. അതെ പോലെ അതാണ് പോലെ. എന്നാലും ടൈമെക്സ് വേഴ്സസ് വൈപ്പർ കറക്റ്റ് നടക്കുന്നുണ്ട്. പക്ഷേ ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ആവുന്നില്ല. അവിടെ ഇവിടെ ഒരാൾ നോക്കൗട്ടാക്കി രണ്ട് റിവ്യൂ ആയിട്ട് കുറച്ചുകൂടെ ക്ലോസ് റേഞ്ച് വന്നാൽ അടി നടക്കാൻ ചാൻസ് ഉള്ളൂ. കുറച്ചുകൂടെ ക്ലോസ് റേഞ്ച് ആയിട്ട് വേറെ എവിടെയും ഫൈറ്റ് നടക്കാൻ ചാൻസ് ഉണ്ടെന്ന് വേറൊരു ഫൈറ്റ് നടക്കാൻ ചാൻസ് ഇല്ല. എല്ലാവരും സോണിലോട്ട് വരികയാണ്. സോ 12 ടീം 43 പ്ലേയേഴ്സ് ഉണ്ട്. വൈപ്പർ ടീം നൈസിൽ വണ്ടി എടുത്ത് കറങ്ങി പോകണം. വണ്ടി എടുത്ത് ഒരാൾ പോകുന്നുണ്ട്. കറങ്ങി പോകാനുള്ള പ്ലാനാണെന്ന് തോന്നുന്നു. പക്ഷേ വൈപ്പർ ജാക്ക് നൈസായിട്ട് വണ്ടി എടുത്ത് കറങ്ങി പോകാനില്ല. വൈപ്പർ എല്ലാവരും വണ്ടി എടുത്ത് പോകാനുള്ള പ്ലാനാണ്. സോ വണ്ടി സോണി കയറിയിട്ട് ബാക്കി അടിക്കാമെന്ന് വിചാരിച്ച് പോകാണെന്ന് തോന്നുന്നു. വണ്ടി എടുത്ത് പോയി വണ്ടി സോണി കയറിയിട്ട് അടിക്കാം എന്നുള്ള പ്ലാനിലാണ് അവിടെ നിൽക്കുന്നത്. സോ വണ്ടി എടുത്ത് പോട്ടെ, നല്ല തീരുമാനം. നമുക്ക് സോണി കയറിയിട്ട് ബാക്കി ഫൈറ്റ് എടുക്കാം. അതായിരുന്നു സിദ്ധാർത്ഥ അടുത്ത് എനിക്ക് ടീമുണ്ട്. ആർട്ടി ടീമിന് അടിക്കുന്നു. ആർട്ടി ടീമിന് TSG ആർട്ടി ടീമിന് ഫൈറ്റ് എടുക്കുന്നു. അങ്ങോട്ട് പോകാം. റെക്സ് ടീം വേഴ്സസ് ആംഡ് കിൽസ് ഉണ്ടല്ലോ. ആംഡ് കിൽസ് ഉണ്ട്. എന്തായാലും ഇവിടെ നോക്കാം. ഇസഡാറൻ ടീം ആർട്ടി ടീം വേഴ്സസ് ആർട്ടി ടീമായിട്ട് എടുക്കുന്നത്. ആർട്ടി ടീമിൻ്റെ പോയിസൻ്റെ കില്ല് കൺഫ്യൂഷൻ. അതിന് അമോസ് TSG അവിടെ നോക്കട്ടെ. ഫോസിൽ ടീം ബാക്കിൽ നിന്ന് അമോസ് TSG അടിക്കുന്നത്. അത് റെഡെക്സിൻ്റെ അമോസ് TSG അടിക്കുന്നുണ്ട്. കേക്ക് റെഡെക്സ് ഒറ്റയ്ക്കാവുന്നു. ആർട്ടിക്കിൻ്റെ വിനായക അവിടെ നിൽപ്പുണ്ട്. വിനായക മാർട്ടിക്കിൻ്റെ മാട്രിക്സ് നിൽപ്പുണ്ട്. ആർട്ടിക്കിൻ്റെ വിനായക മാട്രിക്സ് എന്ത് ചെയ്യാൻ മാട്രിക്സിലോട്ട് പോയി നോക്കാം. മാട്രിക്സ് അവിടെ നിൽപ്പുണ്ട്. കേക്ക് റെഡെക്സ് അടിക്കുന്നു. കേക്ക് റെഡെക്സ് അടിക്കുന്നുണ്ട്. കേക്ക് റെഡെക്സ് എവിടെ നോക്കി ആർട്ടിക്കിൻ്റെ പോയിസൻ്റെ കില്ല് കൺഫേം ആക്കിയിട്ടുണ്ട്. ആർട്ടിക്കിൻ്റെ മാട്രിക്സ് അവിടെ നിൽക്കുകയാണ്. മാട്രിക്സ് എന്ത് ചെയ്യുമെന്ന് അറിയില്ല. നോക്കി നോക്കാം. അതിൻ്റെ പുറകെ കൂടെ ഫോസിൽ ടീമോട് കയറി വരുന്നുണ്ട്. റെഡെക്സിൻ്റെ കേക്ക് ചെറുതായിട്ട് പെട്ട അവസ്ഥയിലാണ് അടിക്കുന്നത്. ഹിറ്റ്മാൻ BST അടിക്കുന്നത്. ഇവിടെ അവിടെ പുറകിൽ അടിക്കുന്നുണ്ട്. അവർ പുറകിൽ വെക്കട വേണ്ടി നോക്കൗട്ടാക്കുന്നു. ഹിറ്റ്മാൻ ഇവിടെ ആരെ നോക്കൗട്ടാക്കി അത് ടാഗ് ആണോ അറിയില്ല. ഇല്ല വെക്കട വേണ്ടി ടാഗ് ആയതേ ഉള്ളൂ. ആർട്ടി ടീമിൻ്റെ പുറകെ കൂടെ വൈപ്പർ ടീം കയറി വരുന്നുണ്ട്. ആംഡ് കിൽസ് ഉണ്ട്. നോക്കാം എന്താ നോക്കാം ബ്രോ. ഇവിടെ അടി നടക്കുന്നു. PXൻ്റെ അടി നടക്കുന്നുണ്ട്. PXൻ്റെ പ്ലെയറിനാണ് BST ടീം അടിക്കുന്നുണ്ട്. PX ടീം വേഴ്സസ് BST ഷാൻട്രോ. ഇത് ഞാൻ PSMC ഓക്കെ PSMC മനസ്സിലായി. എൻ്റെ കൊടി വളരെ മോശമാണ്. ഞാൻ പറഞ്ഞു വളരെ മോശമാണ്. സോ അവിടെ BST ടീം അവിടെ PX ടീമായിട്ട് അടിക്കുന്നത്. നല്ല BS ഡ്രക്കാരിസ് നോക്കൗട്ട് ആകുന്നത്. BS ടീമിൻ്റെ എനിക്ക് തോന്നുന്നു PX ടീമിൻ്റെ ഒരു പ്ലെയർ ഡ്രാഗോ മാത്രമേ ബാക്കിയുള്ളൂ. ഡ്രാഗോട് ഒറ്റയ്ക്ക് എന്ത് ചെയ്യും. ഡ്രാഗോടെ നിൽക്കുന്നത്. ഡ്രാഗോയുടെ മാഡ് അടിക്കുന്നുണ്ട്. അവിടെ നോക്കൗട്ട് വൈപ്പർ PX മാത്രം ബാക്കി. വൈപ്പർ PX ഒറ്റയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന അറിയില്ല. വൈപ്പർ PX ഗ്രനേഡിലൊക്കെ വീഴുന്നു. PX ഡക്കാസ്റ്റ് കില്ല് കൺഫേം ആവുന്ന ഒരു സോൺ ഔട്ട് ആയതുകൊണ്ട് ചേട്ടാ ആംഡ് ക്രാക്ടൻ. ആംഡിൻ്റെ ആൾ തീർന്നിട്ടില്ല. ആംഡ് ടീം ഇപ്പോഴും ഉണ്ട്. ആം ടീം ഇവിടെ ഫൈറ്റ് എടുക്കുന്നു. ആംഡ് വേഴ്സസ് കോട്ടനാണ് നടക്കുന്നത്. ആംഡിൻ്റെ പ്ലെയർ അടിക്കുന്നു. ആംഡിൻ്റെ അടുത്ത പ്ലെയർ നോക്കൗട്ട് ആണ്. ആംഡിൻ്റെ ഒരു പ്ലെയർ മാത്രമേ ബാക്കി. ആംഡ് കാർണേജ് മാത്രം ബാക്കി. കാർണേജ് ഒറ്റയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും നോക്കി നിൽക്കാം. ആർട്ടിക്കിനോട് സ്പെക്ക് ചെയ്ത് ബ്രോ അറിയുന്ന ഫൈറ്റ് ഗ്രനേഡ് എറിയുന്നുണ്ട്. ഗ്രനേഡ് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആംഡിൻ്റെ തോക്കില്ല. ഗ്രനേഡ് എറിഞ്ഞു. പക്ഷേ തോക്കില്ല. ഒന്നും ചെയ്യാൻ പറ്റില്ല. ഗ്രനേഡിൽ വീണിട്ടുണ്ട്. പക്ഷേ അത് റിസൾട്ട് ഉണ്ടാക്കില്ലല്ലോ. എന്തായാലും കാര്യമില്ല. നോക്കി നിൽക്കാം. എനിക്ക് കയറി വരുന്നുണ്ട്. നമുക്ക് സ്പെക്ക് ആർട്ടിക്കിലോട്ട് പോകും. ആർട്ടിക്ക് അവിടെ ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. വൈപ്പർ വേഴ്സസ് ആർട്ടിക്ക് ഫൈറ്റ് നടക്കുന്നുണ്ടായിരുന്നു. നോക്കി നോക്കാം. ആർട്ടിക് വേഴ്സസ് വൈപ്പർ എന്ത് സംഭവിക്കും. അവിടെ PX ഡ്രാഗോ അടിച്ച് നോക്കൗട്ട് ആക്കിയിട്ടുണ്ട്. ഇവിടെ നോക്കാം. കോർക്കറെക്സിൻ്റെ കില്ല് ചർവർ അടിക്കുന്നു. വണ്ടി അടിച്ച് പിടിച്ചിട്ട് എനിക്ക് റോമനോട് ടൈമെക്സ് അടിച്ചിട്ട് ആർട്ടിക് മാക്കിനോട് വെക്കട വെടി അടിച്ച് നോക്കൗട്ട് ആക്കിയിട്ടുണ്ട്. വൈപ്പർ ടീം വേഴ്സസ് ആരുടെ ടീം ഇവിടെ UTയുടെ PX ഡ്രാഗോടെ കില്ല് കൺഫ്യൂസ്. വൈപ്പർ ടീമിൻ്റെ കൺഫ്യൂസ്. സോ മാറ്റ് ടീമോടെ PX ടീമിനെ കംപ്ലീറ്റ്ലി വൈപ്പ് ആക്കുന്നു. സോ ആർട്ടി ടീം വേഴ്സസ് വൈപ്പർ ടീമാണ് ഇവിടെ ഫൈറ്റ് എടുക്കുന്നത്. വൈപ്പർ ടീം വേഴ്സസ് ആർട്ടി ടീം രണ്ടുപേർക്ക് സോണി കയറണം. 1 മിനിറ്റ് കൊണ്ട് സോണി കയറണം. സോ അടിക്കുന്നുണ്ട്. ചറപ്പർ അടിക്കുന്നു. വെക്കാൻ വേണ്ടി കില്ല് കൺഫേം ചെയ്യാൻ നോക്കുകയാണെന്ന്. വൈപ്പർ മാനിക്കിന് ടാഗ് കൊടുക്കുന്നുണ്ട്. വൈപ്പർ മോഹിക്കുന്നു. വൈപ്പർ ജാക്ക് കൊടുത്തു. സോ ആർട്ടിയുടെ 3 പേരാണ് വന്നിരിക്കുന്നത്. ആർട്ടിയുടെ മൂന്നാമത്താളോട് പോയി. മൂന്നാമത്താൾ അവിടെയാണ്. സോ ഫോസിലിറ്റി നൈസായിട്ട് കറങ്ങി വരുന്നുണ്ട്. പോസിറ്റിവിറ്റി ചിലപ്പോൾ വിനായകനെ കാണാൻ സാധ്യതയുണ്ട്. വിനായക ചാൻസ് ഉണ്ടെന്ന് നോക്കി എന്ത് സംഭവിക്കുമെന്ന് അറിയില്ല. എന്തായാലും ലൈവ് ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. മറന്ന് പോകാതെ സപ്പോർട്ട് ചെയ്യണം, മറക്കരുത്. സോ ആർട്ടിക്ക് വിനായക നൈസായിട്ട് മാറി നിൽക്കാൻ ആർട്ടിക്കിൻ്റെ മാട്രിക്സോട് വെക്കട വേണ്ടി റിവ്യൂ എടുക്കുക. ആരെങ്കിലും പോകുന്നുണ്ടോ? വെക്കട വേണ്ടി റിവ്യൂ എടുക്കുക. ഇതുവരെ ആർക്കും പോകാൻ പറ്റിയിട്ടില്ല. ആരെങ്കിലും പോയാൽ അപ്പം അഴിഞ്ഞിട്ടു എന്നുള്ള അറിയാം. അതുകൊണ്ട് ആരും പോകുന്നില്ല. തിരിച്ച് എവിടെ AWM ഒക്കെ വെച്ച് അടിക്കുന്നുണ്ട്. റിസൾട്ട് ഉണ്ടാകുന്നില്ല. വെക്കട വേടി എൻ്റെ പൊന്നെ. വെക്കട വേടി അവിടെ പെട്ട അവസ്ഥയിലാണ്. വെക്കട വേടി തീരെ ചാൻസ് ഉണ്ട്. ടൈമെക്സിൻ്റെ എടുത്തിൻ്റെ അവിടെ നോക്കൗട്ട് ആകുന്നു. NEK ടീം നോക്കൗട്ട് ആകുന്നു. ടൈമെക്സ് വേഴ്സസ് NEK നടക്കുന്നുണ്ട്. NEK മഹുവിനെ നോക്കൗട്ട് ആകുന്നു. ടൈമെക്സ് വേഴ്സസ് NEK നടക്കുന്നുണ്ട്. മഹുവിന് നോക്കൗട്ട് ആകുന്നു. മഹു നോക്കൗട്ട് ആണ്. NEK ജാക്കാളിലേക്ക് തിരിച്ചടി വരുന്നുണ്ട്. NEK ടാക്സ് അബ്സുൽ നോക്കൗട്ട് ആകുന്നു. NEK ടീം ഫൈറ്റ് നടക്കുന്നു. NEK ടീം നോക്കുന്നുണ്ട്. ടൈമെക്സിൻ്റെ അബ്സുൽ നോക്കൗട്ട്
നോക്കൗട്ട് ആവുന്ന നോക്കിയതൊക്കെ അടുത്ത ഫൈറ്റ് ടൈമെക്സിൻ്റെ ഇൻഫൈമെക്സ് നോഫാണ്. ടൈമെക്സിന് ഒരു പ്ലെയർ കൂടെ മാത്രമേ കാണാൻ സാധ്യതയുള്ളൂ. ടൈമെക്സ് ടീം കംപ്ലീറ്റ്ലി വൈപ്പ് ആയിരുന്നു. സോ എനിക്ക് ടീം കംപ്ലീറ്റ്ലി വൈപ്പ് ആയിരുന്നു. ടൈമെക്സിൻ്റെ ഇവിടെ ഇസ്രാറിൻ്റെ പണി ഇസ്രാൻ ടീം സോ കോർഡിനേറ്റ് അടിക്കുന്നു. കോർഡിൻ്റെ ബ്ലീഡിനെ അടിച്ച് ഇസ്രാൻ ഡെത്ത്മാൻ നോക്കൗട്ട് ആക്കുന്നു. നോക്കി നോക്കാം അവിടെ അടിക്കുന്നത് ഗിസറ്റാരൻ വേഴ്സസ് എനിക്ക് മാഡായിട്ട് ഫൈറ്റ് എടുക്കുന്നു. എൻ്റെ ചുറ്റും ഫൈറ്റ് നടക്കുകയാണ്. അവിടെ മാഡിൻ്റെ സ്നൈപ്പർ ബോസ് ഫിനിഷ് ആകുന്നു. എനിക്ക് നോമൻ നോക്കൗട്ട് ആകുന്നു. എനിക്ക് കോട്ടൻ്റെ എപ്പെക്സ് ഓപ്പി നോക്കൗട്ട് ആകുന്നു. കോട്ടനൈൻ്റെ ഒരു പ്ലെയർ ഫിനിഷ് ആയാലും ഒരു പ്ലെയർ നോക്കൗട്ട് ആകുന്നു. നോക്കാം അവിടെ ടൈമെക്സിൻ്റെ സിറ്റ് ഫൈറ്റ് BST അവിടെ ഫിനിഷ് ആക്കുന്നു. ബാറ്റേഴ്സ് RPR അവിടെ മാഡിൻ്റെ ഒരു പ്ലെയർ അവിടെ പ്ലേ സോണിൽ വീഴുന്നുണ്ട്. പ്ലേ സോണിലാണ് വീഴുന്നത്. പ്ലേ സോണിൽ വീഴുന്നത് മനസ്സിലായത്. പ്ലേ സോണിൽ വീഴുന്നുണ്ട്. സോ പ്ലേ സോണിൽ കയറി വരുന്ന വെച്ചാൽ അയ്യോ BSTയുടെ ഗ്രനേഡിലവിടെ തീർന്നിട്ടുണ്ട്. അവിടെ കളി കഴിഞ്ഞിട്ടില്ല ഇവിടെ. ഓക്കെ BST ടീം വൈപ്പായിരുന്നു. ഷേട്ടിന് എത്ര സബ് എനിക്ക് 1000 സബ്സ്ക്രൈബ് കണ്ടേ ഉള്ളൂ ബ്രോ. സോ അവിടെ കോട്ടനയുടെ അടുത്ത ഗ്രനേഡിൽ വീണ്ടുണ്ട്. കോട്ടൻ്റെ അടുത്ത പ്ലെയർ ഉണ്ട്. വിസ്മാനോട് ആർട്ടിക് അടിക്കുന്നു. ആർട്ടിക്കോടെ ഓടി അടിക്കുകയാണ്. വിസ്മാനോട് അടിച്ച് നോക്കൗട്ട് ആക്കുന്നുണ്ട്. സോ എന്തായാലും വൈപ്പർ മോഹിത്തിന് അടിക്കുന്നു. ആർട്ടിക് ടീമോടെ വൈപ്പ് അടിച്ച് നശിക്കുകയാണ് നോക്കുന്നത്. അടിച്ച് ഫിനിഷ് ആയിക്കൊണ്ടിരിക്കുക. ആർട്ടിക് ടീം അടിക്കുന്നുണ്ട്. വൈപ്പർ മോഹിത്തിന് അടിച്ച് നോക്കൗട്ട് ആക്കി വൈപ്പർ മോഹിൻ്റെ കില്ല് കൺഫേം ചെയ്യാൻ നോക്കുന്നുണ്ട്. വൈപ്പർ മോഹിൻ്റെ കില്ല് കൺഫേം ചെയ്യുന്നതിന് പ്രതീക്ഷിക്കാൻ ഇസ്രായേൽ ഇവിടെ ആർട്ടിക്കിൻ്റെ മാഗ്നത്തിൻ്റെ കില്ല് കൺഫേം ചെയ്യും. വിനായക അടിക്കുന്നുണ്ട്. വിനായക സ്മോക്കടെ നോക്കും. പക്ഷേ മാഗ്നമായിട്ട് റിവ്യൂ എടുക്കാൻ പറ്റില്ല. അതിന് കില്ല് കൺഫേം ചെയ്യുന്നുണ്ട്. ഇസ്രായേൽ അടിക്കുന്നത്. ഇസ്രായേൽ ടീം ആർക്ക് വിനായകൻ നൈസായിട്ട് അടിക്കുന്നുണ്ട്. എനിക്ക് ക്രാറ്റോസ് അടിച്ച് നോക്കൗട്ട് ആക്കി കില്ല് കൺഫേം ആക്കിയിട്ടുണ്ട്. സോ ഇനി 7 ടീം 18 പ്ലേയേഴ്സ് മാത്രമാക്കി. ഇതാണ് പ്രശ്നം. ആദ്യം അടിക്കുക. എനിക്ക് ജക്കാൾ നിൽക്കുന്നത്. എനിക്ക് ജക്കാൾ മാത്രമേ ബാക്കിയുള്ളൂ. ഇസ്രായേലിയുടെ ഇസ്രായേൽ ടീം ചുറ്റും കിടന്ന് അടിക്കുകയാണ്. ഇസ്രായേൽ നോക്കി ഇസ്രായേൽ ടീം ചറ പറയുന്ന അടിച്ചുകൊണ്ടിരിക്കുക. ആർട്ടിക് വിനായകൻ എന്തായാലും വൈപ്പർ മോഹിൻ്റെ കില്ല് കൺഫേം ആക്കിയിട്ടുണ്ട്. സോ എനിക്ക് ജാക്കോൾ നിൽപ്പുണ്ട്. കോർഡിനേറ്റ് ടീം നിൽപ്പുണ്ട്. ഇവിടെ ടൈമെക്സ് ടീമിൻ്റെ പ്ലെയർ നിൽപ്പുണ്ട്. നോക്കാം കോർഡിനേറ്റ് പ്ലെയറിൻ്റെ അടക്കം ടൈമെക്സിൻ്റെ പ്ലെയർ നോക്കൗട്ട് ആണ്. ടൈമെക്സിൻ്റെ പ്ലെയർ നോക്കൗട്ട്. ടൈമെക്സിൻ്റെ എടുത്ത് ഇപ്പോൾ എനിക്ക് ക്രാറ്റോസിൻ്റെ കില്ല് കൺഫേം. എനിക്ക് ജക്കാളും കില്ല് കൺഫേം ആക്കിയിട്ടുണ്ട്. കോർഡിനേറ്റ് ചുറ്റും നടന്നിരിക്കുകയാണ്. കോർഡിനേറ്റും കോർഡിനേറ്റ് ആസിഡ് അടിച്ച് നോക്കൗട്ട് ആകുന്നുണ്ട്. എഡിറ്റ് നോക്കൗട്ട് ആകുന്നുണ്ട്. എൻ്റെ മുത്ത അടിപൊളി ടൈമെക്സിൻ്റെ ഒറ്റ ടൈമെക്സിൻ്റെ പ്ലെയറിലോട്ട് പോകുന്നത്. ടൈമെക്സിൻ്റെ ആസിഡ് ഇവിടെ നോക്കൗട്ട് ആകുന്നുണ്ട്. എനിക്ക് ഫാസിൽ തിരിച്ചടിക്കുന്നു. അവിടെ കോട്ടൻ്റെ അടുത്ത പ്ലെയറിനെ നോക്കൗട്ട് ആകുന്നു. എൻ്റെ പിന്നെ കോട്ടൻ്റെ ഒരു പ്ലെയർ മാത്രം ബാക്കി. നോക്കി എക്സസീവ് ഫാക്സിൽ നോക്കൗട്ട് ഇവിടെ കില്ല് കൺഫേം ചെയ്യാൻ നോക്കുന്നുണ്ട്. ചറപ്പറ അടിക്കുന്നു. നോക്കട്ടെ ടൈമെക്സിന് ഒരു പ്ലെയർ മാത്രം ബാക്കി. ടൈമെക്സിന് ഒരു പ്ലെയർ നോക്കി എന്ത് സംഭവിക്കും എന്നുള്ളത്. അപ്പുറത്ത് നോക്കിയാൽ ഫോഴ്സിൻ്റെ ഒരു പ്ലെയർ മാത്രമേ ഉള്ളൂ. ആർട്ടിക് മാട്രിക്സിനെ വെച്ച് നോക്കണം. ആർട്ടിക് ടീമിലോട്ട് പോകുന്നത്. ആർട്ടിക് വിനായകൻ മാത്രമാക്കി. ആർട്ടിക് വിനായകൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. വണ്ടി എടുത്ത് പോകാനുള്ള പ്ലാനാണ് എന്താ അറിയില്ല. ആർട്ടിക് വിനായകൻ നല്ല ടാഗ് എടുത്ത് ആർട്ടിക് വിനായകൻ രക്ഷപ്പെടാനുള്ള പ്ലാൻ. ആർട്ടിക് മാട്രിക്സിൻ്റെ കില്ല് കൺഫേം ചെയ്യുന്നു. ആർട്ടിക് വിനായകൻ കവർ എടുത്ത് ചേട്ടൻ ലൈവ് ചെയ്യുക. ഏത് ആപ്പാണ് ഉപയോഗിക്കുന്നത്? DU റെക്കോർഡ് പ്രോ. ഇപ്പോഴും സ്റ്റിൽ DU റെക്കോർഡാണ് ഉപയോഗിക്കുന്നത്. സോ ഫോസിൽ ടീമിലോട്ട് പോകും. ഫോസിൽ ടീമിലോട്ട് നോക്കൗട്ട് ആക്കി റിവ്യൂ എടുക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. അവിടെ ആർട്ടിക് വിനായകനെ നോക്കി നിൽക്കുകയാണ്. ആർട്ടിക് വിനായകൻ അടിക്കാൻ ചാൻസ് ഉണ്ട്. 3x സ്ലിക്ക് പിച്ച് അവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ആർട്ടിക് വിനായകനെ നോക്കി അടിക്കാൻ പറ്റുമെന്ന് ടൈം എടുത്ത് പുറകിൽ തീർന്നിട്ട് നോക്കി അവിടെ അടി നടക്കുന്നത്. എന്തൊക്കെയാണ് സംഭവിക്കുന്നത് അറിയില്ല. നോക്കട്ടെ അടി കൊടുക്കും. SRA ചാൻസ്. സോ നോക്കാം അവിടെ അടിക്കുന്നു. ആർട്ടിക് വിനായകൻ്റെ കില്ല് അവിടെ വൈപ്പർ ജാക്ക് കൺഫേം ചെയ്യുന്നു. വൈപ്പർ ജാക്ക് കൺഫേം ചെയ്യുന്നു. കോർഡിനേറ്റ് കയറുന്നു. 5 ടീമും 11 പ്ലേയേഴ്സ് ടൈം കോർഡിനേറ്റ് അടിക്കുന്നു. എൻ്റെ പൊന്നെ ഇവിടെ ഫിനിഷ് ആക്കുന്നു. എക്സസീവ് 5 ഫോസിൽ ടീമിനെ ടൈമെക്സ് ടീമിൻ്റെ എടുത്ത് കയറി ഒന്ന് ഫിനിഷ് ആക്കി. എടുത്ത് എന്തായാലും സോണിൽ കയറാൻ പറ്റുമെന്ന് അറിയില്ല. കോർഡിനേറ്റ് ഒരു പ്ലെയർ എന്നാലും പ്ലേ സോൺ വീഴും. അത് പ്ലേ സോൺ വീണ്ടും ഡയമണ്ട് എടുത്ത് സോണിൽ വീഴാൻ പറ്റുന്നില്ല. കോർഡിനേറ്റ് പ്ലെയർ ടൈമെക്സിൻ്റെ പ്ലെയർ ഫിനിഷ് ആയിരുന്നു. സോ കോർഡിനേറ്റ് ഒറ്റ പ്ലെയർ മാത്രമേ ഉള്ളൂ. 3 ടീമുണ്ട്. നോക്കി കോർഡിനേറ്റ് ഒരു പ്ലെയർ മാത്രമേ. കോർഡിനേറ്റ് ഒറ്റ പ്ലെയറിനെ ഫിനിഷ് ആയിരുന്നു. ഇസ്രാറിൻ്റെ ഇന്ന് കട്ട കളി നടന്നുകൊണ്ടിരിക്കുന്നത്. വൈപ്പറിൻ്റെ ജാക്കാണ് ഈ നമ്മുടെ മുത്ത്. വൈപ്പർ ജാക്ക് 1 vs 4 സിറ്റുവേഷൻ. 1 vs 4 ക്ലച്ച്. വൈപ്പർ ജാക്കിന് നിസ്സാരം എന്ന് പറഞ്ഞ് നിൽക്കുകയാണ് നമ്മളെ വൈപ്പർ ജാക്ക്. എന്താ നടക്കുന്നു. തുണി പോലും ഇടാതെ നടക്കുകയാണ് വൈപ്പർ ജാക്ക്. തുണി പോലും ഇല്ല. ഞാൻ നിന്നെ എല്ലാത്തിനെയും കൊല്ലുമെന്ന് പറഞ്ഞിരിക്കുകയാണ് വൈപ്പർ ടീം. ഈ വൈപ്പർ ജാക്ക് നോക്കി എല്ലാവർക്കും അവർക്ക് സോണിലോട്ട് ഇറങ്ങണമെങ്കിൽ വീട്ടിന് പുറത്തിറങ്ങി പറ്റുള്ളൂ. വൈപ്പർ ജാക്ക് നോക്കുന്നുണ്ട്. വൈപ്പർ ജാക്ക് നോക്കി അവരെ അടിക്കുമോ ഇല്ലെന്ന് അറിയില്ല. വൈപ്പർ ജാക്കിനെ റിജിൻ്റെ സപ്പോർട്ടൊക്കെ എടുത്ത് നിൽപ്പുണ്ട്. നോക്കട്ടെ എന്ത് സംഭവിക്കും. 7 10 ടീം 5 പ്ലേസ്. ചാനൽ മോണിറ്റൈസ്ഡ് ആണോ? ആയിട്ടില്ല ബ്രോ. ചാനൽ മോണിറ്റൈസ് ആയിട്ട് ഞാൻ തുടങ്ങിയിട്ട് വളരെ കുറച്ച് നേരമായിട്ടുള്ളൂ. സ്ട്രീം ചെയ്യാൻ തുടങ്ങിയിട്ട് എനിക്കൊന്ന് ഫുൾ സ്ട്രെങ്ത് സ്ട്രീം തുടങ്ങിയിട്ട് ഒരു 2 മാസമായിട്ടുള്ളൂ. അതിന് മുന്നേ എങ്ങനെയാണ് ഇപ്പോൾ മോണിറ്റൈസേഷൻ വരുന്നത്? ഞാൻ അത്രയ്ക്ക് വലിയ സ്ട്രീമൊന്നും ആയിട്ടില്ല. ചെറുതായിട്ടായിട്ടുള്ളൂ. സോ 2 മാസമായിട്ടുള്ളൂ തുടങ്ങിയിട്ട്. 2 മാസമേ ആയിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ നോക്കാം. ഇസ്രായേലിന് കറങ്ങി നടക്കുന്നുണ്ട്. വൈപ്പർ ജാക്കിന് തപ്പി നടപ്പാണ്. വൈപ്പർ ജാക്ക് ഇവിടെ കിടപ്പുണ്ട്. വൈപ്പർ ജാക്ക് നൈസായിട്ട് കിടപ്പുണ്ട്. തൻ്റെ പൊസിഷൻ റിവീൽ ചെയ്യാൻ നടക്കുകയാണ്. നോക്കട്ടെ അടിപൊളിയായിട്ട് കിടപ്പുണ്ട്. നോക്കട്ടെ വൈപ്പർ ജാക്കിനെ പൊസിഷൻ റിവീൽ ചെയ്യാൻ വന്നില്ല. അതിന് മുന്നേ അതിനെ ഫിനിഷ് ചെയ്തു. അങ്ങനെ ചിക്കൻ ഡിന്നർ കൊണ്ടുപോകുന്നു. Srra ടീം ചിക്കൻ ഡിന്നർ കൊണ്ടുപോയിരിക്കുന്നു. എന്തായാലും ലൈവ് കണ്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ എന്നൊന്നും കൂടെ ഞാൻ അഭ്യർത്ഥിക്കുന്നു. സോ എന്തായാലും 6 4 10 2 12 കിലോ വരെ Srra ടീമിനാണ് ചിക്കൻ ഡിന്നർ കൊണ്ടുപോകാൻ. വൈപ്പർ ടീം 3 കിലോ. എന്തായാലും അതിന് മുന്നേ ഒരു കാര്യമാണ്. എല്ലാവർക്കും ബിഗ് താങ്ക്സ്. സോ ഇന്ന് എന്തായാലും നിങ്ങൾ എല്ലാവരും വന്ന് എനിക്ക് സത്യം ഒരു ഭയങ്കര സന്തോഷമുണ്ട്. ഇപ്പോൾ ഈ ഒരു റൂമിന് ഇത്രയും പേര് ആദ്യമായിട്ടാണ് എനിക്ക് വരുന്നത്. ഇത്രയും പേര് വന്ന് സപ്പോർട്ട് ചെയ്യുന്ന ആദ്യമായിട്ടാണ്. ഒരുപാട് ലൈവ് ചെയ്യുന്ന ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നു. പക്ഷേ ഈ റൂമിന് ആദ്യമായിട്ട് ഇത്രയും പേര് വന്നു ഇത്ര ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തു. എല്ലാവർക്കും ഓഡിയൻസിന് വേണ്ടി ഒരു ബിഗ് ഷൗട്ട്. എല്ലാ വ്യൂവേഴ്സിനും ഒരു ബിഗ് ഷൗട്ട് ഔട്ട്. നിങ്ങൾ എല്ലാവരും നല്ല രീതിയിൽ വന്ന് സപ്പോർട്ട് ചെയ്തു. താങ്ക് യു വെരി മച്ച്. എല്ലാ ദിവസവും ഇതുപോലെ വന്നാൽ വളരെ സന്തോഷമായിരുന്നു. ഞാനെന്നല്ല ഏത് സ്ട്രീമർ ആണെങ്കിലും അവർക്കൊരു മോട്ടിവേഷൻ ആയിരിക്കും. നിങ്ങൾ എല്ലാവരും വന്ന് ഇങ്ങനെ കമൻറ്റ് ചെയ്യുന്നു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുന്നു. അല്ലെങ്കിൽ എല്ലാവരും ഇങ്ങനെ സംസാരിക്കുന്നത് വളരെ സന്തോഷമുള്ളതായിരിക്കും. സോ എല്ലാവരും താങ്ക് യു വെരി മച്ച്. സോ എന്തായാലും ഇങ്ങനെ ചിക്കൻ
കില്ലിനെ കൊണ്ടുപോകുന്ന ഇസ്ലാറിൻ ടീമാണ്. സെക്കൻഡ് വൈപ്പർ ടീമാണ്. തേർഡ് കോർഡിനേറ്റ് ടീമാണ്. വൈപ്പർ ടീമിന് 3 കില്ലിട്ടുണ്ട്. കോർഡിനേറ്റ് ടീമിന് ടോട്ടൽ 8 കില്ല് ഇട്ടിട്ടുണ്ട്. TXC ടൈമക്സ് ടീമിന് 2 കില്ല് ഇട്ടിട്ടുണ്ട്. ഫോസിൽ ടീമിന് ടോട്ടൽ 7 കില്ല് ഇട്ടിട്ടുണ്ട്. RT ടീം ടോട്ടൽ 6 കില്ല് എടുത്തിട്ടുണ്ട്. പിന്നെ NK ടീമിന് 1 കില്ല് എടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ളത് 8ാമത്തെ ടീം മാറ്റ് ടീമാണ്. മാറ്റ് ടീമിന് എത്ര കില്ല് എടുത്തിട്ടുണ്ട്? മാറ്റ് ടീം ടോട്ടൽ 6 കില്ല് എടുത്തിട്ടുണ്ട്. BST ടീം ടോട്ടൽ 7 കില്ല് എടുത്തിട്ടുണ്ട്. PX ടീം ടോട്ടൽ 5 കില്ല് എടുത്തിട്ടുണ്ട്. റെഡെക്സ് ടീം ടോട്ടൽ 1 കില്ല് എടുക്കാൻ പറ്റും. റെഡെക്സ് ടീം 1 കില്ല് എടുത്തിട്ടുണ്ട്. ആം ടീം നോക്കിയിട്ട് ആം ടീമിന് കില്ല് എടുത്തോന്ന് ചോദിച്ചു. ആം ടീം ടോട്ടൽ 4 കില്ല് എടുത്തിട്ടുണ്ട്. സെയിം ടീമിൽ നിന്ന് കില്ല് എടുക്കാൻ പറ്റിയിട്ടില്ല, കുഴപ്പമില്ല, 4 എടുക്കാം. പിന്നെയുള്ള DMC ടീമാണ്. DMCയിൽ 1 കില്ല് എടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ളത് LC ടീമാണ്. LC ടീമിൽ നിന്ന് കില്ല് എടുക്കാൻ സാധിച്ചിട്ടില്ല. MDX ടീമിൽ കില്ല് എടുക്കാൻ സാധിച്ചില്ല, കുഴപ്പമില്ല, 4 എടുക്കാം. SD ടീം സൈറ്റ് ടീമിൻ്റെ ടോട്ടൽ 2 കില്ല് എടുത്തിട്ടുണ്ട്. പിന്നെ SKL ടീമാണ്. SKL ടീമിൽ നിന്ന് കില്ല് എടുക്കുന്നത്, കുഴപ്പമില്ല, അത് 4 എടുക്കാം. SKL ടീമിൽ 4 എടുക്കാം. പിന്നെ ഉള്ളത് ഗൈറോ ടീമാണ്. ഗൈറോ ടീം നോക്കിയാൽ ഗൈറോ ടീം 4 കില്ല് എടുത്തിട്ടുണ്ട്. ഗൈറോ അടിപൊളി, കൊള്ളാം. BST ടീം നോക്കിയാൽ 2 കില്ല് എടുത്തിട്ടുണ്ട്, അതും കൊള്ളാം. വൈപ്പറിൻ്റെ ഫെയ്ത്ത് ഓഫ് ആദ്യം തന്നെ ഫിനിഷ് ആയിരുന്നു. സോ എന്തായാലും ലൈവ് എല്ലാവർക്കും താങ്ക് യു വെരി മച്ച്. നമുക്ക് നാളെ ഹോപ്പ്ഫുള്ളി നമുക്ക് നാളെ മീറ്റ് ചെയ്യാം. നാളെ മീറ്റ് ചെയ്യുന്നവരെ ഞാൻ ടാറ്റ പറയാൻ സമയമായിട്ടുണ്ട്. Srra ഷാൻ സൈനിങ് ഓഫ് ഫ്രം Srra ഗെയിമിംഗ്. സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹൈജീൻ. താങ്ക് യു വെരി മച്ച്.